അപ്പോൾ കഞ്ചാവ് കൃഷിയുടെ നമ്മുടെ ശിവൻ ചേട്ടൻ്റെ കഞ്ചാവ് കൃഷി. അവിടെ ബിരിയാണി ഇടതുണ്ട്, ബിരിയാണി വലതുണ്ട്, ഫ്രൈഡ് റൈസ് ഇതാ പോന്നിട്ടും. അതായിരിക്കും നമ്മൾ മസാല ദോശ അടിക്കാട്ടാ. 2 പണിയുണ്ട്. വെള്ളക്കാര സെറ്റപ്പ് നമ്മള് നാട്ടിൽ നിന്ന് പഠിച്ചു വളർന്ന സാധനവും ചോറും സാമ്പാറും വെക്കാൻ പറ്റില്ല, നമുക്ക് ഇവിടെ വേണമല്ലോ. അപ്പൊ വെള്ളക്കാർക്ക് കൊടുത്തൊരു കാര്യം. കഥകളിൽ ചുണ്ട് മാഞ്ഞു പോയല്ലോ ചേട്ടാ. മീൻകറി ടെക്സ്ചർ നോക്കിയാ കൊടംപുളി ഇട്ട മീൻകറി ഇട്ടാ. ഇന്ത്യ റെസ്റ്റോറന്റ് തുറന്ന സമയത്ത് പുതിയതായി തുറന്ന ആൾക്കാരുടെ അടുത്ത് എന്താ പറയാ, ഈ ജോബിന്റെ ഓപ്പർച്യൂണിറ്റിയിൽ ഇപ്പൊ നിങ്ങൾ ഇത്രയധികം സ്റ്റാഫിനെ ഹാൻഡിൽ ചെയ്യണതാണ് അപ്പൊ അല്ലെങ്കിൽ കുക്കായിട്ട് അവർക്ക് ശരിക്കും ഒന്ന് കൊടുക്കാൻ പറ്റുക, ഒന്നുകൂടി ഒരു ഇൻഫോർമേഷൻ തന്നെ കൊടുക്കാൻ പറ്റുക. നമ്മൾ കിട്ടിയ പപ്സും കൊണ്ട് ഇങ്ങോട്ട് പോകുന്നുട്ടാ. പപ്സ് കാണുമ്പോൾ തന്നെ അല്ലക്കാനാ തോന്നണട്ടാ. പണ്ട് കാലത്ത് നമ്മുടെ പുള്ളിയിൽ ഒരു ബ്രെഡ് കമ്പനി ഉണ്ട്, അതിനുള്ള കയറി പോലെ കേട്ടോ. മൊലാളിയുണ്ട്, മൊലാളി നിൽക്കുമ്പോൾ എന്നിട്ട് കുറ്റം പറഞ്ഞാലും കുഴപ്പമില്ല. ഇവിടെ ചേട്ടാ സാമ്പാർ കാണുമ്പോൾ തന്നെ അറിയാട്ടാ, നായന്മാരുടെ സാമ്പാർ എന്ന് പറയില്ലേ, അതേപോലെ കേട്ടാ. ഞാൻ ഇങ്ങനത്തെ മെഷീൻ ആദ്യമായിട്ട് കാണാട്ടാ. ഒന്ന് നമ്മള് നാട്ടുകാർ വെറുതെ നാട് മറക്കണട്ടാ. ഇവിടെ എല്ലാ സാധനം കിട്ടുന്നുണ്ട് അല്ലേ. മടയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. ട്രാവലിസ്റ്റയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുണ്ടല്ലോ ഇന്ന് നമ്മുടെ 42ാമത്തെ സ്റ്റേറ്റിലേക്കുള്ള യാത്ര തുടങ്ങണം. നമ്മളിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ അറ്റ്ലാന്റയിലാണ്. ഒരാഴ്ച കപ്പിത്താൻ്റെ പണിയും പരിപാടികളൊക്കെ ആയിട്ട് റെസ്റ്റിലായിരുന്നു. കപ്പിത്താനെ നമ്മൾ ഇന്ന് പോയി എടുക്കാൻ പോകണല്ലോ. നമുക്ക് ഇന്ന് ഉച്ചയ്ക്ക് വണ്ടി കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് വണ്ടി കിട്ടി കഴിഞ്ഞ് ഇന്ന് വിട്ടു പോകാന്നുള്ളൊരു പരിപാടിയിലാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇപ്പോൾ വന്നിരിക്കണമെന്നല്ലേ, രാവിലെ നമ്മുടെ ഒരു ഹാർഡ് കോർ ഒരു സബ്സ്ക്രൈബർ വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. ഞാൻ ഇന്ന് ഇവിടെ അമേരിക്കയിൽ വരുന്നു, അല്ലെങ്കിൽ ഞാൻ അമേരിക്ക വിസ കിട്ടിയത് മുതൽ എന്നെ വിളിക്കുന്ന ഒരു ചേട്ടനാണ്. ഭയങ്കര നമ്മുടെ ഹാർഡ് കോർ, നമ്മുടെ ഫാമിലിയിലത്തെ ഒരു ഹാർഡ് കോർ ചേട്ടനാണ് ശിവൻ ചേട്ടൻ. അപ്പോൾ ശിവൻ ചേട്ടൻ്റെ വീട്ടിലേക്ക് നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുക. അപ്പോൾ ഒരുപാട് സന്തോഷം. നമ്മളിന്ന് നമ്മുടെ ശിവൻ ചേട്ടൻ്റെ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് നമ്മൾ തുടങ്ങാൻ പോണത്. ഒരു നല്ല മഴയുള്ള ഒരു ദിവസമാണ്, നല്ല മഴയും കാറ്റൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അടിപൊളിയാവുമെന്ന് വിചാരിക്കുന്നു. ട്രാവലിസ്റ്റയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ആസ് യൂഷ്വൽ നെൽസൻ്റെ കൂടെ ഉണ്ടെന്ന് ഒരു അരമണിക്കൂർ. എത്ര സമയം നമ്മൾ വീട്ടിൽ നിന്ന് എത്ര ദൂരം ഉണ്ട്? 45 മിനിറ്റ്സ് ഉണ്ട്. 45 മിനിറ്റ് യാത്ര ഞങ്ങൾ വന്ന് കയറിക്കടാ. നല്ല എന്താ പറയുക, തിരുവനന്തപുരം ഇഡ്ഡലി നെൽസേടാ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്ട്രോങ് ആക്കണം നമുക്കിടാ. ഇഡ്ഡലിയും വടയും സാമ്പാറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞേടാ. ഇതെല്ലാ വീട്ടിലും കേട്ടോ, നമ്മുടെ നാട്ടിലും വന്നു തുടങ്ങിയുന്നുണ്ട് റിങ്ങിൻ്റെ അല്ലേ. ഹലോ നമസ്കാരം. ഹൗ ആർ യു? പവറല്ലേ? ഞാൻ പറയായിരുന്നു, ഞാനിവിടെ അമേരിക്കയിലേക്ക് വരണ അന്ന് മുതൽ എന്നെ വിളിച്ചു തുടങ്ങിയ ഒരാളാണ്. എനർജി ഒന്നുമല്ലോ, ഫുൾ പവർ. നെറ്റിപ്പടത്തിന് സ്വല്പം ഹൈറ്റ്. അതും മറ്റേ മയിൽപ്പീലിയാണല്ലേ. ചേച്ചിയുടെ പേര് എന്നിട്ടാ? പ്രിയ പത്നിയാണ്. പ്രിയ പത്നിയായ പ്രീത. നിങ്ങൾ എത്ര നാളായി ഇവിടെ? 25 കൊല്ലായി. ഒരു ആഘോഷം കഴിഞ്ഞു. എന്ത് നിങ്ങൾ എന്തുള്ള വർക്ക് ചെയ്യണേ? IT. രണ്ടുപേരും IT ആണ്. അപ്പൊ സമാന ഒരു വീട്ടിലിരുന്ന് തല്ലൂടി വർക്ക് ചെയ്യാം അല്ലേ. അപ്പൊ അതിന് തല്ലൂട്ടുണ്ടാവില്ല. എന്താ പറയാ, ഈ വയർലെസ് ഇന്റർഫിയറൻസ് ഇല്ലെന്ന് പറയുമ്പോലെ ഇനി തല്ലൂട്ടാനൊന്നും ഇല്ല. എന്തേലും ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടല്ലേ, എന്തുട്ടേലും ആയിക്കോട്ടെ എന്ന്. അതല്ല, പുള്ളി ഒരു ട്രാവൽ ഭ്രാന്തനാണല്ലോ. പുള്ളിനെ ട്രാവൽ ചെയ്യാൻ പറ്റില്ലേ? അതല്ലേ. അല്ല, എന്നെ ഇന്നലെ ഞങ്ങൾ സംസാരിച്ചപ്പോ പുള്ളിയുടെ ട്രാവൽ എക്സ്പീരിയൻസും ഇവിടെ അമേരിക്കയിൽ യാത്ര ചെയ്തൊക്കെ നമ്മളൊന്നും അല്ല കേട്ടോ. പുള്ളിക്കാരൻ നന്നായിട്ട് ട്രാവൽ ചെയ്യുന്ന ആളാണ്. നിങ്ങളെ ലോകം മുഴുവൻ ചുറ്റിയിട്ട് നമ്മുടെ ഒരു ബക്കറ്റ് ലിസ്റ്റ് ആണ് ഈ അന്റാർട്ടിക്ക. പിടിക്കണം നമുക്കത്. ശിവ പറഞ്ഞു ലാൻജോസിന്റെ കൂടെ പോണെന്നിട്ട് പറയും പുള്ളി ലീവ് നോക്കായിരുന്നു. 2 കൊല്ലം കൂടെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പുള്ളിക്ക് അടുത്ത ആള് വന്നു. നമസ്കാരം. പേര് പറഞ്ഞോ? വിനോദ്. ഫ്രം കൊല്ലം കണ്ടവനില്ല വേണ്ടെന്നാണ്. ചേട്ടനും IT തന്നെയാണോ? IT തന്നെ, സൈബർ സെക്യൂരിറ്റി. ഇസ്രായേലായിട്ടുള്ള കളികളാണ്, ചെറിയ കളികളൊന്നും അല്ലാട്ടാ. ചേച്ചിയോട് കുറച്ച് കാര്യം ചോദിക്കാം. ചേച്ചി നല്ലൊരു ട്രാവലറാണ്. ചേച്ചി ഇത്ര നാളെ യാത്ര ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാ? അലാസ്ക. വൺ ഓഫ് ദി ബെസ്റ്റ് ആണോ? ടോപ്പ്? എന്താ അവിടെ പോകാനായിട്ടുള്ള കാരണം? അവിടെ പോകാൻ പറയാനുള്ള കാരണം എന്താ?
എനിക്ക് എപ്പോഴും ജീവിക്കാൻ ഇഷ്ടം മലയുടെ താഴെയും കാട്ടിലൊക്കെ. അതൊരു റീസൺ. നമ്മളെ തമ്മിലിപ്പോ ഇവിടെ ഒരു കണക്ഷൻ ഉണ്ട്. തീർച്ചയായിട്ടും. ശിവയ്ക്ക് മുഴുവൻ ടൗണും അങ്ങനത്തെ കാര്യങ്ങളും അങ്ങനെയൊന്നുമില്ല, അങ്ങനെ പറയരുത്. നേച്ചർ ഭയങ്കര ഇഷ്ടമാണ്. നേച്ചറിൽ ഇത് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് അലാസ്കയാണ് ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നമ്മുടെ ഡ്രീം പ്ലേസ് അലാസ്കയാണ്. അതാണ് സംഭവം. ഇപ്പൊ ഒരു ഫ്ലൈറ്റ് പിടിച്ച് പോകാൻ പറ്റും, പക്ഷെ നമ്മളിപ്പോ പോകണില്ല, ഏറ്റവും അവസാനത്തേക്ക് മാറ്റി വെച്ചിരിക്കുക അല്ലേ. അലാസ്കയിൽ ഒരു 1 way ക്രൂസ് എടുത്ത് പോവാൻ ഒറ്റ അങ്ങോട്ട്, എന്നിട്ട് അവിടെ വണ്ടി എടുത്തിട്ട് കറങ്ങുക, എന്നിട്ട് അവിടെ പോവാ. അപ്പൊ ചേച്ചി നല്ല ദോശ ഉണ്ടാക്കിണ്ടാ. അപ്പൊ തിരുവനന്തപുരം പോലെ അടുത്ത പ്രാവശ്യം കഴിക്കേണ്ടി വരും. അടുത്ത പ്രാവശ്യം ഇത്രയ്ക്കും വലിയ കപ്പം ഞാൻ ആദ്യമായിട്ട് കാണണടാ. നോക്കിയാ ഇത് നാട്ടിൽ നിന്ന് കൊണ്ടാലേ ചായ അടിക്കാൻ വേണ്ടി കപ്പടിച്ചാൽ നോക്കിയാ വിത്ത് ലവ്. ആ ഇനി ഇതിന് വലുതുണ്ടാ. നല്ല ചൂട് ദോശ കേട്ടോ. ഈശ്വര, ഇതിൽ ചായ ഉണ്ടാക്കാറുണ്ടോ? ഇത് ചേച്ചിയുടെ കണക്ഷനാണോ ഈ സംഭവങ്ങള്? ഇതിനെന്തൊരു പേര് പറയാ? ഒരുപാട് നോക്കിയാ ഇതണ്ട. ഇവിടെ കണ്ടപ്പോഴാണ് ഞാൻ ചോദിച്ച ചേച്ചിയുടെ അടുത്ത് ഇതിന്റെ സംഭവം നോക്കിയാ. ഇവിടെ ഉണ്ടാ ഫുള്ള് എന്തൊരു പേര് പറയാന്ന് തന്നെ? എന്തൊരു പേര് പറയാന്ന്? ഇതണ്ട, നല്ല കുക്കാണ് അല്ലേ പ്രിയതമ്മ? ആരെ നോക്കണ്ടെന്ന് നോക്കിയാ മതി. കഴിക്കും, മേത്ത് പിടിക്കാണ്ടപ്പോ. എനിക്ക് വീട്ടിൽ ഇന്ത്യൻ ഇത്രയും വർഷമായിട്ട് നമ്മള് ഇന്ത്യൻ ഭക്ഷണമാണ് ഏറ്റവും കിട്ടണ കാര്യം കുഴപ്പമില്ല. കുട്ടി അധികം മിണ്ടണില്ല കേട്ടോ, എന്നാ അധികം സംസാരിക്കില്ല. സൈബർ നോക്കിയാ സൈബർ സെക്യൂരിറ്റി ആയിരുന്നാ എന്തേലും മറ്റേ ചോർത്തെടുക്കണതോ നമ്മുടെ അതെനിക്ക് പേടിട്ടാ. അതെ, ബാക്ക് എൻഡ് പണികളാണ്, സീക്രട്ട് ജോബ്. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? അപ്പൊ അതൊക്കെ ചൂടാറാനായിട്ട് മുമ്പ് ചേട്ടാ സാമ്പാർ കാണുമ്പോ തന്നെ അറിയാട്ടാ. ഒരു നമ്മള് പറയില്ലേ നായന്മാരുടെ സാമ്പാർ എന്ന് പറയില്ലേ, അതേപോലെ കേട്ടാ. അടിപൊളി. അത് കുഴപ്പമില്ല, എരിവാണ് വേണ്ടത്. നമുക്ക് മറ്റൊരു കറിവേപ്പില റൂം, അത് എവിടെ റൂം അത് കാണിച്ചിട്ട് പോകാല്ലേ അല്ലേ ചേട്ടാ? എന്നിട്ട് കറിവേപ്പില ഇട്ട സാധനം കണ്ടാ മതി. അപ്പൊ കഞ്ചാവ് കൃഷിയുടെ നമ്മുടെ ശിവൻ ചേട്ടൻ കഞ്ചാവ് കൃഷി കാണാൻ നമ്മുടെ അടുത്ത നമ്മുടെ ദിലീപങ്ങളുടെ വീട്ടിലിരിക്കുന്ന പോലത്തെ ഫോട്ടോ കണ്ടാ നോക്കി. അതിന്റെ ഒരു വേറെ വെർഷനാടാ. ഒരു മുറി ഉണ്ടല്ലോ ഇവിടെ, ഒരു ഈശ്വര ഒരു മുറി മൊത്തം. ഇതിന്റെ ഉള്ളിക്ക് വന്നപ്പോ മണടിച്ചോട്ടാ. മുറി മൊത്തം വേപ്പിന്റെ അല്ലേട്ടാ, ഒരു മുറി മൊത്തം. ഇവിടെ ഹോൾസെയിൽ വിൽക്കപ്പെടോ? ഇല്ലല്ലേ, ഫ്രീ ആയിട്ട് കൊടുക്കണോ? അതെ, വേപ്പിന്റെ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇവിടെ ഉണ്ട് പോരാ തന്നെ. അടിപൊളി. പിന്നെ ആസ് യൂഷ്വൽ ഒരു അമേരിക്കൻ ബാറുണ്ട് അടിഭാഗത്ത്, ചെറുതില്ല. അപ്പൊ ഈ പ്രകൃതിനെ ഇഷ്ടപ്പെടാൻ ബാക്കിൽ ചെറിയൊരു കാടുണ്ടല്ലോ ചേട്ടാ. ഇത് പക്ഷേ ഇപ്പൊ വിൻഡ്രായതുകൊണ്ടെല്ലാം പോയി, അല്ലെങ്കിൽ അത്യാവശ്യം ഇവിടെ ഒരു ക്വാർട്ടർ മൈൽ ഉണ്ട് മറ്റേ വീട്ടിലൂടെ. ഇവിടെ നല്ല ഒരു നിബിഡ വനം എന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യം നിബിഡ വന പണിന്റെ വാക്കുകൾ വരാണ് നെൽസംഭായി. എല്ലാ മൃഗങ്ങളെ അതെ ഇവിടെ മാൻ വരും, ഇതുണ്ട് മാൻ ഇഷ്ടം പോലെ ഉണ്ടല്ലേ. ഞങ്ങൾ ഇന്നലെ വഴിയിൽ കണ്ടു. ഒരു കൃഷിയും ചെയ്യാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലേ. നെൽസേട്ടാ എന്നിട്ട് ഒരു ഇരുട്ടുമുറിയില് ഒളിച്ചിരിക്കണേ സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഹെവി സംഭവമാണല്ലോ ചേട്ടാ. നമ്മ ട്രാവലിസ്റ്റ് ചാനൽ വരുന്നിട്ടാണോ കാണാറ്? ഇതിലും മറ്റേ സ്ക്രീനിൽ ഇത് അടിക്കൂലേ? ഈ ഹൈറ്റ് വേണല്ലേ അല്ല ചേട്ടാ? ഒരടി ഹൈറ്റ് ഉണ്ട് കേട്ടോ, ഒരടി മുകളിലാണ് ഇരിക്കണേ. തിയേറ്റർ, നൈസ് തിയേറ്റർ കേട്ടോ. അത് ഓപ്പണിങ് പിടിക്കുക ഒന്നുമില്ലല്ലേ? ആ ഡോറ് കാണുമ്പോ നമ്മള് പുറത്തേക്കുള്ള ഒരു ഇതുപോലെ തോന്നേ. അടിപൊളി. ട്രാവലിസ്റ്റ് കാണാണ്ട് നമുക്ക് ഇവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി പോകാൻ പറ്റില്ല.
ചിന്തിക്കാൻ പറ്റില്ല. തിയേറ്ററിൽ പടം ഓടണം. സെർച്ചിലുണ്ടെങ്കിൽ അറിയാം ഡെയിലി ഇവിടെ കാണുന്ന ആളാണോന്ന്. ഇല്ല ഏട്ടാ, രണ്ടാമതൊക്കെ എടുക്കണ എടുപ്പണ്ട ട്രാവലിസ്റ്റാ പണീൻ്റെ ഏട്ടാ. അങ്ങനെ വലിയ സ്ക്രീനിലാകുമ്പോൾ ഒരു സംഭവം തന്നെയാണ്. അത് എത്ര ഇഞ്ച് ഉണ്ടാവും? ഇത് 135, 140. ന്യൂയോർക്കിന്റെ എപ്പിസോഡ് കേട്ടോ. സിനിമ കാണുന്ന പോലെ ഇല്ലടാ, വർത്താനം പറഞ്ഞു വരും പോലെ. എന്തുട്ടാ അല്ലേ, കാണുമ്പോ ഒരു പ്രൗഡ് തന്നെ ചേട്ടാ അല്ലേ. ഇതിനൊക്കെ സ്പൂണിട്ട് കഴിച്ചാണ്ടല്ലോ നമ്മുടെ നാടിനെ. സാമ്പാർ തന്നെ നാട്ടില് പല രീതിയിലാണല്ലോ, വടക്കും വടക്കും ഒക്കെ സാമ്പാർ. നിങ്ങള് തൃശ്ശൂർ പാലക്കാടേക്ക് പോകുമ്പോ തേങ്ങ അരച്ച വയ്ക്കാം. തേങ്ങ വരും, ഞങ്ങൾക്ക് തേങ്ങ വരും. ഇത് മോനാണ്. ഹായ് മാൻ, ഹൗ ആർ യു? എന്നിട്ട് പേരിടാ? ശ്യാം. ശ്രുതി. ഡാൻസ് ഏരിയാണോ? അമ്മ ഡാൻസ് ഏരിയാണോ? അമ്മ ഡാൻസ് അല്ലാന്ന്, ഡാൻസ് ഏരിയല്ലാന്ന്. അപ്പൊ നിങ്ങളുടെ 4 പേരടങ്ങിയ ഫാമിലി. അടിപൊളി, സന്തോഷം. സന്തോഷം, താങ്ക് യു. ഇനിയൊരു ഡോക്ടർ അപ്പനായിട്ട് അറിയപ്പെടട്ടെ. മകള് ഡോക്ടറാവും. പക്ഷെ ചെക്കൻ്റെ എയറോസ്പേസ് ആണ് അല്ലേ? എന്തൊരു എയറോസ്പേസ് എഞ്ചിനീയറിംഗ് അല്ലേ? നമുക്ക് ഇലോൺ മസ്ക് ആയിട്ട് ഡീൽ ചെയ്യാൻ പറ്റും. നോക്കാം. ഇപ്പൊ നിൽക്കാനല്ലേ. വേറൊരാൾ കൂടി നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹായ്, നമസ്കാരം. പേര്? സനൽ. നമ്മുടെ ഇടമുറ്റത്തുകാരാണ്. വീഡിയോസ് കാണാറുണ്ടോ? അടിപൊളി. താങ്ക് യു. ഇവിടെ എത്ര നാളായി? ഞാനിപ്പോ ഇവിടെ ഒരു 15 കൊല്ലായി യുഎസിൽ. ഓക്കെ, ഫാമിലി ആയിട്ട് ഇവിടെ ഉണ്ട്? ഫാമിലി ആയിട്ട് ഇവിടെ ഉണ്ട്. 2 പിള്ളേര്? 2 പിള്ളേര്. അടിപൊളി, സുഖം. അപ്പൊ കാണാവുന്നൊരു സന്തോഷം. നൈസ് ടു മീറ്റ് യു. താങ്ക് യു. അപ്പോൾ ഓക്കെ ശരി. അപ്പോൾ ഓക്കെ ചേച്ചി, അവിയലും സാമ്പാറും മോര് കൂട്ടാനായിട്ട് ഒരു ദിവസം വരുന്നുണ്ട്. പോട്ടെ, ശരി. അപ്പോ സൈബർ സെക്യൂരിറ്റി ശരി. പോടാ, പവറാണ്. മഴയാട്ടെന്നും ഫുള്ള് മഴ ദിവസമല്ലേ? ഇന്ന് വെയിലുണ്ടോ? ഇല്ലല്ലേ, മഴയാണ്. ഇലയൊക്കെ ചെമ്പകത്തന്നെ അല്ലേ? അതിപ്പോ ഏപ്രിൽ ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ നമുക്ക് തന്നെ ഒരു ഇത് വരും. കാണാം, നമ്മൾ ഇനി വരും. ഷുവർ. അന്ന് നമുക്ക് പഠിക്കാം. അന്ന് നമുക്ക് വേറെ റേഞ്ചിൽ പഠിക്കണം. താങ്ക് യു. ചേച്ചിയുടെ അന്വേഷണം പറഞ്ഞാണോ? ഒരു രക്ഷയില്ലാത്ത ഫാമിലി ആട്ടോ അല്ലേ? ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ് കേട്ടോ. നമ്മുടെ ഫാമിലി ഇത്രയും വലുതായി നിൽക്കണതിനൊക്കെ ഒപ്പം തന്നെ നമ്മളത്രയും കൂടെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അതൊരു പ്രത്യേക സന്തോഷം. നമ്മുടെ ഹാർഡ് കോർ ആയതിൻ്റെ പുള്ളി ഭയങ്കര സിമ്പിളാണ് കേട്ടോ. എന്തൊക്കെയായാലും നന്നായിട്ട് ട്രീറ്റ് ചെയ്തു, നല്ല ഭക്ഷണം തന്നു. പ്രത്യേകിച്ച് ചേച്ചി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് അവിയിൽ കൂട്ടാൻ വെക്കാന്നൊക്കെ പറഞ്ഞതിൻ്റെ അടുത്ത്. എന്തായാലും നമ്മൾ ഇനി അടുത്ത ഭക്ഷണം, ഇന്നൊരു ഫുഡ് ഡേ ആവാൻ ചാൻസ്. വണ്ടി എടുക്കാൻ പോകണം നമുക്ക് ഇടയ്ക്ക്. വണ്ടി എടുക്കാൻ പോകണം. അപ്പം നമ്മളിപ്പോൾ നേരെ ഇനി നമ്മുടെ സബിച്ചാട്ടല്ലേ, നമ്മുടെ സ്വന്തം കുക്ക്. അപ്പോൾ പുള്ളിക്കാരൻ്റെ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് പുള്ളിയുടെ കുറച്ച് മാസ്മരിക കഴിവുകൾ കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത് കാണിച്ചിട്ട് വേണം നമുക്ക് ഇനി അടുത്ത കപ്പിത്താൻ അവിടേക്ക് പോകാനായിട്ട്. അങ്ങനെ നമ്മുടെ കേക്ക് വേൾഡിലേക്ക് എത്തിയിട്ടാ. ഇന്ത്യൻ ബേക്കറി കേക്കാണോ അവിടെ മെയിനായിട്ട് കേക്കുണ്ട്, അതുപോലെ തന്നെ അവരുടെ റെസ്റ്റോറന്റ് ഉണ്ട്. പുള്ളി ഭയങ്കര ഡെഡിക്കേറ്റഡ് ഷെഫാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മുടെ ക്ലബിന്റെ വീഡിയോ ചെയ്തപ്പോൾ പുള്ളിയായിരുന്നു നമ്മൾ ലീഡ് ചെയ്ത്. അപ്പൊ കേക്ക് വേൾഡ് ചേട്ടാ പണി കുറച്ചിട്ട് കണ്ടിട്ട് നമുക്ക്. ആശാൻ അമ്പോ പണി കുറേ ഇന്നലത്തെ മുഖമല്ലല്ലോ, വേറൊരു കുക്കിന്റെ മുഖമാണല്ലോ. ഷെഫിന്റെ പണിയല്ലേ, ഇനി പട്ടിപ്പണിയാണ്. അടിപൊളി. അതെ, നല്ല സീറ്റിംഗ് ഉണ്ടല്ലോ അല്ലേ? നല്ല സീറ്റിംഗ് ആണ്. ഞാൻ അവിടെ നോക്കിയപ്പോ ഇത് ഈ ഒരു ഷട്ടർ മാത്രമല്ലോ എന്ന് വിചാരിച്ചടാ. നമുക്ക് രണ്ട് ഇതുണ്ട്. ഓക്കെ, അടിപൊളി. കൂടുതൽ നമ്മൾ ഫ്രണ്ട് ഡോർ മാത്രമേ ആൾക്കാരെ കൺവീനിയൻസിന് തുറന്ന് നോക്കിയാറുള്ളൂ. കുക്ക് എന്താണെന്ന് ഭയങ്കര പരിപാടികളാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ ഓഫായിരുന്നു, ഇന്നോട്ട് ഇനി അടുത്ത പരിപാടി തുടങ്ങാണ്. ഇവിടെ പെയിന്റിങ്സ് വരച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ മറ്റേ കഥകളിൽ ചുണ്ട് മാഞ്ഞു പോയല്ലോ.
ചേട്ടാ കഥകളി കഥകളി കഴിഞ്ഞപ്പോൾ ഒരു കിസ്സടി വേറെ പോയെന്നുകൊണ്ടാ. ഇത് ആഫ്രിക്കക്കാരനെ വരച്ചെന്നോണല്ലോ അന്ന് പറഞ്ഞത്. ഒരു ആഫ്രിക്കക്കാരനാണ് നമ്മുടെ കേരള ആദ്യമായിട്ട് കണ്ടാവേ കഥകളി എന്നൊക്കെ കണ്ടപ്പോളേ ആഫ്രിക്ക വരച്ചപ്പോളേ അതിനൊന്ന് ചെറിയ പേടി തട്ടി ഒന്ന് കണ്ണ് തട്ടാതിരിക്കാൻ നല്ലതാണല്ലേ. അപ്പൊ പിന്നെ എത്ര നാളായി ചേട്ടൻ ഇവിടെ? ഞാനിപ്പോ ഇത് കേക്ക് വേൾഡ് നമ്മൾ 2018 തൊട്ടുണ്ട്. അമേരിക്കയില് വന്നത് 2011 ന്യൂയോർക്കിലാണ് വന്നത്. ന്യൂയോർക്കില് എല്ലാവരും വരണത് ന്യൂയോർക്കിലാണല്ലോ. ന്യൂയോർക്കാണല്ലോ ഒരു സ്വപ്ന നഗരം. അപ്പൊ ഈ കുക്ക് എങ്ങനെ ന്യൂയോർക്കിലെത്തി? കുക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ 2002 ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ച് ട്രിവാൻഡ്രത്ത് പഠിച്ചിറങ്ങി. ഫുൾ പാഷനേറ്റ് ആണ്. ദുബായിലായിരുന്നു ഞാൻ. ദുബായിൽ നിന്ന് പിന്നെ നേരെ ന്യൂയോർക്കിൽ വന്നു. ന്യൂയോർക്കില് ഡബിൾ ട്രീ, മാരിയറ്റ് പല ഹോട്ടലും വർക്ക് ചെയ്തു. എല്ലാ അങ്ങാടിയിലും പോയിട്ടുണ്ട്. അവിടെ എല്ലാം വെള്ളക്കാര സെറ്റപ്പ് അല്ലേ. നമ്മള് നാട്ടിൽ നിന്ന് പഠിച്ചു വളർന്ന സാധനവും ചോറും സാമ്പാറും വെക്കാൻ പറ്റില്ല. നമുക്ക് ഇവിടെ വേണമല്ലോ. അപ്പൊ വെള്ളക്കാർക്ക് കൊടുത്തൊരു കാര്യമില്ല. തിരുവനന്തപുരത്തല്ലേ? ട്രിവാൻഡ്രം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ അടുത്തായിട്ട് വരും. നല്ല ബോളിയും പഞ്ചസാരയും മറ്റേ ഇത് കഴിക്കാലോ. മറ്റേ സ്പെഷ്യൽ ആയിട്ട് സംഭവം ഉണ്ട്. പൊറോട്ടയും ബീഫും കഴിഞ്ഞ ഓണത്തിന് ഞങ്ങൾ അതുകൊണ്ട് ഇവിടെ ട്രിവാൻഡ്രം സ്റ്റൈലിൽ ബോളി വെച്ചിട്ടാണ് സദ്യ കൊടുത്തത്. അതെ, അടിപൊളി. ആദ്യമായിട്ടാണ് അറ്റ്ലാന്റയിൽ ബോളി സദ്യ കൊടുത്തത്. ബോളിയും പാൽപ്പായസം. കാറ്ററിംഗ് പരിപാടി ഉണ്ടല്ലോ. കാറ്ററിംഗ് മെയിൻ ഇവിടെ. അപ്പൊ ഇത് കേക്ക് വേൾഡ് എന്ന് പറയുമ്പോ ബേക്കറിയാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഈ പറഞ്ഞ ആൽഫ്രഡ് എന്ന സ്ഥലത്ത് നമ്മളെ ഉള്ളൂ ഒരു എഗ്ലെസ് ആയിട്ട് കേക്ക് ചെയ്യുന്നത്. എഗ്ലെസ് ആണ്. അലർജി ഉള്ള പിള്ളേർക്കും ആർക്കും വേണമെങ്കിലും കഴിക്കാം. പിന്നെ നാട്ടിലുള്ള ഫ്രഷ് ക്രീം വെച്ചിട്ടാണ് കേക്ക് ഉണ്ടാക്കുന്നത്. അല്ലാതെ നമ്മള് ഇവിടത്തെ പോലെ ഈ പരിപാടിയൊന്നുമില്ല. അതുകൊണ്ട് നാട്ടിൽ നമുക്കുള്ളൊരു കൺസെപ്റ്റ്, ഒരു നാട്ടിലെ ഒരു സാധാരണ ഒരു ലോക്കൽ കഫേ വിത്ത് ഒരു റെസ്റ്റോറന്റ്. അപ്പൊ അതാണ്. അപ്പൊ അവിടെ വരുമ്പോൾ കഫേ പോകുമ്പോൾ കോഫി ഉണ്ട്, പേസ്ട്രീസ് ഐറ്റങ്ങളുണ്ട്. അപ്പൊ ഇവിടെ എല്ലാ സാധനവും ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലേതായ ഒത്തന്റിക് ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളുമാണ് ഇവിടുത്തെ മെയിൻ ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആദ്യം ഇവിടെ വന്നിറങ്ങിയത് ന്യൂയോർക്കിലാണ്. ന്യൂയോർക്കിൽ എങ്ങനെ ഒരു കുക്ക് ഇവിടെ വന്നിറങ്ങിയത്? ന്യൂയോർക്കിൽ ഷെഫ് വന്ന് ഞാനൊരു ഷെഫിന്റെ ഇന്റേൺഷിപ്പിന് വേണ്ടി വന്നതാണ്. നമ്മളൊരു J1 വിസ എന്ന് പറയും. J1 വിസ. അതെ, ഡബിൾ ട്രീയിലായിരുന്നു. ഡബിൾ ട്രീ വന്ന് ഒരു വർഷം അവിടെ ഇന്റേൺഷിപ്പ് ചെയ്തു. അതിനുശേഷം പിന്നെ നമ്മള് അറിയാലോ, നമ്മള് മലയാളികളാണല്ലോ. അല്ല, എല്ലാവരും J1 ഇതിൽ വരുന്നുണ്ടല്ലേ? പിന്നെ തീർച്ചയായിട്ടും എല്ലാ വർഷവും നമ്മുടെ നാട്ടിലത്തെ ആൾക്കാർക്ക് അമേരിക്കക്ക് വരാൻ പറ്റും. നാട്ടിലത്തെ കുക്കിന് വരാൻ പറ്റും. ഹോട്ടൽ മാനേജർ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് വേണം. അത് കഴിഞ്ഞിട്ട് ഒരു 5 വർഷം എക്സ്പീരിയൻസ് വേണം. 3 to 5 ഇയർ എന്നാ പറയുന്നത്. നമ്മളെ എക്സ്പീരിയൻസ് അനുസരിച്ച് നമ്മള് പ്രൊഫൈൽ കൊടുത്ത് എന്റെ എംബസിയിൽ ഇപ്പോൾ ഇന്റർവ്യൂ എടുക്കും. അപ്പൊ അവർ ചോദിക്കും നമുക്ക് എന്താ. അപ്പൊ നമുക്ക് ഇന്റർനാഷണൽ ക്രിസ്ത്യൻ പഠിക്കണം, കൗണ്ടിയും അങ്ങനെയുള്ള നമ്മളിപ്പോ നാടനെല്ലാം പഠിച്ചു 5 വർഷം കൊണ്ട് എക്സ്പീരിയൻസ്ഡ് ആയി. അപ്പൊ ഐ വോണ്ട് ടു ലേൺ ഇന്റർനാഷണൽ ക്രിസ്ത്യൻ. സോ ഡെഫിനറ്റ്ലി ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് ട്രൈ ചെയ്തു. ഇത് നിങ്ങളൊരു കുക്കാണല്ലേ, നിങ്ങളുടെ ബന്ധുക്കാരെങ്കിലും ഈ വീഡിയോ കാണുന്ന വെച്ചാൽ അവർക്ക് ഷെയർ ചെയ്യട്ടെ. അമേരിക്കയിലേക്ക് J1 എന്ന് പറഞ്ഞിട്ടുള്ള ഈ വിസ എടുക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഏജൻസി വഴിക്ക് ഏത് വഴിക്ക് വേണമെങ്കിൽ നമുക്ക് വരാം. J1 എന്നുള്ള ഒരു വിസ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന വെച്ചാൽ നിങ്ങൾ കുക്കാണ്, 5 കൊല്ലം 4 കൊല്ലത്തെ എക്സ്പീരിയൻസ് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ട്രൈ ചെയ്യാം. അതൊരു വലിയൊരു സംഭവമാണ്. നമ്മളൊരു വീഡിയോയിൽ ഒരു ചെറിയ കാര്യമാണെങ്കിലും ഉണ്ടല്ലോ, ചിലർ ജീവിതം തന്നെ മാറ്റിമറിക്കാം അല്ലേ. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് കേൾക്കണ കാഴ്ചകളാണ് അമേരിക്കയിലേക്ക് ഒരു കുക്കിന് J1 എന്ന് പറഞ്ഞുള്ള വിസ. അത് 1 വർഷത്തേക്കാണ് കിട്ടുന്നത്. 1 വർഷം കഴിഞ്ഞാൽ ചെയ്യാം. 1 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത വർഷത്തെ റിന്യൂവലിന് ചിലപ്പം ആ ഹോട്ടലിൽ തന്നെ നമുക്ക് എക്സ്റ്റൻഷൻ തരും. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയ ഹോട്ടലിൽ നമ്മൾ ട്രയൽ കൊടുത്ത് അവിടെ അവർ അക്സെപ്റ്റ് ചെയ്യണം. അടിപൊളി സെറ്റപ്പിലാണ്. അപ്പൊ നമ്മുടെ നാട്ടിൽ വേണമെങ്കിൽ അങ്ങനെ ട്രൈ ചെയ്ത ആൾക്കാർക്ക് വരാം. അപ്പൊ ചേട്ടാ ഇവിടെ നിന്ന് വന്നു? ഞാൻ വന്നത് ഏജൻസി ഉണ്ട്. ഞാൻ ദുബായിലായിരുന്നു. ദുബായിൽ നിന്നാണ് ഞാൻ വന്നത്. ദുബായിൽ ഏജൻസികളുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഡയറക്റ്റ് ഏതെങ്കിലും നല്ല ഹോട്ടൽസിന്റെ മാരിയറ്റിലോ ഡബിൾ ട്രീയിലോ ഷെറാട്ടണിലോ നമുക്ക് ആപ്ലിക്കേഷൻ ഇട്ട് അവർക്ക് അപ്പൊ ആ സമയത്ത് ഒരു ഇന്റേൺഷിപ്പിന് ആളെ ആവശ്യമുണ്ട്. അവർ തന്നെ നമുക്ക് ഡയറക്റ്റ് ട്രൈ ചെയ്യണം. നമ്മൾ വെറുതെ ഒരു ഹോട്ടലില് 2 രീതിയുണ്ട്. ഏജൻസി വഴി വരാം. ദുബായിൽ കരാമയിൽ ഒരുപാട് അങ്ങനെ ഏജൻസികളുണ്ട്. അപ്പൊ അവർ വഴി നമ്മൾ പ്രൊഫൈൽ ഇതാക്കി പോരാം. അപ്പൊ അവർ ഏജൻസി ഫീസും കാര്യങ്ങൾ കൊടുക്കണം. അതല്ല നല്ല ഫീസ് ഉണ്ടോ? ലൈക്ക് ലക്ഷങ്ങൾ വരും. ഇപ്പം ഞാൻ വരുന്ന ഒരു 3-3.5 ലക്ഷം രൂപയായിരുന്നു. ഇപ്പം അന്തകാലത്ത് 15 കൊല്ലം മുമ്പ്. ഇപ്പൊ എനിക്കറിയാം കൊടുക്കാനുണ്ട് ആൾക്കാരുണ്ടോ? അന്ന് ഡോളർ റേറ്റ് 52 രൂപ ആ റേഞ്ചേ ഉള്ളൂ. 89-87 രൂപ ആയില്ല. നല്ലൊരു ഇൻഫർമേഷൻ ഉണ്ട്. അതെ അതെ, തീർച്ചയായിട്ടും. ഞാൻ ചോദിക്കുന്നത് അപ്പൊ ഇത് ഓൺലി ഷെഫുകൾക്ക് മാത്രമുള്ള വേറെ ആർക്കും വരാൻ പറ്റില്ല. വേറെ ഇന്റേൺഷിപ്പ് കിച്ചണിലുള്ളവർക്കാണ് കൂടുതലും നമുക്ക് ഈസി ആയിട്ട് വരാൻ പറ്റുന്നത്. അല്ലെങ്കിൽ പിന്നെ വല്ല
ബാർ ടെൻഡിങ് അറിഞ്ഞവരായിരിക്കണം. ബാറിൽ എന്തെങ്കിലും സ്പെഷ്യൽ ബാർ ടെൻഡിങ് പഠിച്ചവർക്ക് അവർക്കൊരു പുതിയ കുറച്ച് കോക്ടെയിൽ പഠിക്കാനും ഇതാക്കാനായിട്ടും. പക്ഷെ വളരെ ഒരു ഔട്ട് ഓഫ് 100 ഒരു മേ ബി ഒരു 30% ആൾക്കാരെ കിട്ടത്തുള്ളൂ. പക്ഷെ നമുക്കൊരു റെസ്റ്റോറൻറ്റിൽ ഹോട്ടലിൽ കിച്ചണിലാണെന്നുണ്ടെങ്കിൽ ഷെഫുമാർക്കാണെന്നെങ്കിൽ ഒരു 70% കിട്ടാൻ ചാൻസ് ഉണ്ട്. എല്ലാ എംബസിയാണ് തീരുമാനിക്കുന്നത്. നമ്മളെ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. ഇത് കേക്ക് വേൾഡാണെങ്കിലും നെഞ്ചത്തൊരു നമസ്തയാണല്ലോ. അത് നമ്മളെ രണ്ടാമത്തെ സ്ഥാപനമാണ്. അതിന്റെ അടിയിലുണ്ടല്ലോ ബൈ കേക്ക് വേൾഡ്. അതെ ഇത് നമ്മളെ രണ്ടാമത്തെ സ്ഥാപനമാണ്. ഈ വർഷം കഴിഞ്ഞ മദേഴ്സ് ഡേക്ക് ഞങ്ങൾ തുടങ്ങി. ഇത് 2018 തൊട്ട് ഈ സ്ഥാപനമുണ്ട്. അപ്പൊ എന്തായാലും ഇതൊരു ആഡ് വീഡിയോ അവസാനം നമ്മൾ പറഞ്ഞു പിടിച്ചു വരുമ്പോ വെൽക്കം ചെയ്ത് എന്തായാലും താങ്ക് യു. പുള്ളി വേണ്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ വന്നത് മുതൽ നമ്മൾ അറ്റ്ലാന്റയിൽ നെൽസന്റെ ഒപ്പം തന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അതും കൂടി നമ്മൾ ഇതിൽ കൺസിഡറിംഗ് ഉണ്ട്. ഒരു പാഷനേറ്റ് കുക്ക് എന്ന നിലയ്ക്ക് പോകുന്നതിന് മുമ്പ് ഇന്നിപ്പോ നിങ്ങളിപ്പം ട്രാവൽ തിരിച്ചു പോകാൻ അറിഞ്ഞു. അപ്പൊ അതുകൊണ്ട് വരുന്ന വഴിക്ക് കയറാനും നല്ല ഫുഡ് കഴിച്ചിട്ട് പോവാം. അത് മതി. നമുക്ക് വയറുണ്ടായി മതി നെൽസേട്ടാ. സാമ്പാർ കഴിച്ചിട്ട് ദോശ കഴിച്ച് ഇറങ്ങിയിട്ടില്ലേ? പൊറോട്ടയും ബീഫും കഴിക്കാൻ പോകണം. പ്രശ്നത്തിൽ ഇല്ല പൊറോട്ട ബീഫൊക്കെ നമുക്ക് സെറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് ഇനിയിപ്പോ ഇവിടെ പ്രൊഡക്ഷൻ ഒക്കെ ഇതിന്റെ ഒക്കെ ഇവിടെ തന്നെയാണോ ഈ കേക്കിന്റെ? ഓക്കെ. ഇവിടെ നമ്മുടെ നിൽക്കുന്ന ചേട്ടന്മാരും മലയാളികൾ തന്നെയല്ലേ? ഹായ് ബ്രോ, മലയാളി. നമസ്കാരം. പേര് കരുൺ ഫ്രം പാലക്കാട്. പാലക്കാട് എന്നാണ് നമ്മുടെ അങ്ങാടിയാണ് ചേട്ടാ. എന്റെ പേര് രമേശ്. ബാംഗ്ലൂർ. മലയാളം അപ്പൊ നന്നായിട്ട് അറിയണ്ട്. ബാംഗ്ലൂർ അല്ലേ? പഠിപ്പിച്ചെടുത്താണ് അത് ഇവിടെ വന്ന് പഠിച്ചത്. 8 പേരുണ്ടല്ലേ? അമ്പോ, എല്ലാരും പരിചയപ്പെടണം. അപ്പൊ എല്ലാ ഷെഫും അപ്പൊ ഈ കുക്കുമാരൊക്കെ ഈ ജയവൺ വിസയിൽ വന്നിട്ടുണ്ടല്ലേ? അപ്പൊ അവര് ഈ റെസ്റ്റോറന്റ് വെച്ച് ബേസ് ചെയ്തിട്ടാണോ അതോ വേറെ ഹോട്ടലിൽ പോയിട്ട് നമ്മൾ പിന്നെ അവരെ പേപ്പർ കൊടുത്ത് ഇങ്ങോട്ട് ഇവിടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈസി ആണല്ലേ? കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അവരെ എക്സ്പീരിയൻസ് അനുസരിച്ച് നമുക്ക് ആരെ വേണോ, പേസ്ട്രി ഷെഫ്, ബേക്കറി ഷെഫ്, പിന്നെ അവിടെ കിച്ചണിലാണെങ്കിൽ ഒരു മെയിൻ ഷെഫ്, അപ്പറ്റൈസർ ഷെഫ്, അങ്ങനെ പോകും. ഭയങ്കര സംഭവട്ടാ. നിങ്ങളായിരിക്കും മകനോ ബന്ധുക്കൾക്കൊക്കെ ജയവണ്ണുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിസ പരിപാടി നോക്കിക്കോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ പിടിച്ചു നിർക്കാം. പക്ഷെ ലീഗലായിട്ട് നിൽക്കണമെന്ന് മാത്രം കേട്ടോ. ഇത് വേണ്ട മേലെ ക്രിസ്ത്യൻ, മുസ്ലിം, ഹിന്ദുക്കളെല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. നോക്കിയാ എല്ലാവരും ഉണ്ട്. ഗണപതി ഉണ്ട്, ശിവനുണ്ട്, പാർവതി ഉണ്ട്. ഒരു സ്റ്റാച്ചു തന്നെ ഇല്ലതും അല്ലേ? നല്ലൊരു സ്റ്റാച്ചു ആയിട്ടാ. പിന്നെ ഫുൾ ടീം ഉണ്ട് കേട്ടോ. ഇവിടെ കുറെ കല്ലുകൾ ഇരിക്കുന്നുണ്ട്. പത്മനാഭന്റെ മണ്ണിൽ നിന്ന് വന്ന കാരണം കുറച്ചധികം സാധനം കൂടുതലുണ്ടാവും കേട്ടോ അല്ലേ? അപ്പൊ ഇതൊക്കെ ഇവിടെ ഉണ്ടാക്കണതാണോ ഈ ബേക്ക് ഒക്കെ? ഇവിടെ ഹോം മെയ്ഡ് ഉണ്ടാക്കുന്ന സാധനങ്ങൾ. അപ്പൊ വേറെ സ്ഥലത്ത് നിന്ന് വരണമെന്നല്ലേ? അതിന് കേക്ക് വേൾഡിൽ നിന്ന് പറയണ കേട്ടോ. ബ്രാൻഡ് ചെയ്ത് വയ്യണ്ട കേട്ടോ. ഇത് നമ്മുടെ മറ്റേ മസ്കാബണ്ണൊക്കെ ഇപ്പൊ നാട്ടില് ഫേമസ് ആണല്ലോ. മസ്കാബൺ വേറെ സാധനമാണല്ലേ? മടയിലേക്ക് സ്വാഗതം. കേക്ക് ഉണ്ടാക്കണോക്കിയ അമ്പോ, ഇവിടെ ഒരു ഹീറ്റ് കിട്ടിയില്ല. അവിടെ കയറിപ്പോ പണ്ട് കാലത്ത് നമ്മുടെ പുല്ലയിൽ ഒരു ബ്രെഡ് കമ്പനി ഉണ്ട്, അതിനുള്ള കയറി പോലെ ഒരു സാധനം കയറി. ഇതാണ് ഓവൺ വരുന്നത്. ഓവണിൽ ഇപ്പൊ റണ്ണായിക്കൊണ്ടിരിക്കണം. ഒരു ദിവസം എത്ര എണ്ണം ഉണ്ടാക്കും പെണ്ണ്? നമുക്കോ നമ്മളൊരു 300 തൊട്ട് 400 പെണ്ണ് ഉണ്ടാക്കും. ഓക്കെ. പിന്നെ ഇത് ചെക്കൻ മലയാളി അല്ലല്ല, അത് കുഴപ്പമില്ല. നമസ്കാരം. പേര് ടോണി ഫ്രം അട്ടപ്പാടിന്ന്. അല്ല, പണ്ട് മറ്റേ അച്ഛൻ്റെ അവിടെ ധ്യാനത്തിന് വന്ന് മാത്രമേ ഓർമ്മയുള്ളൂ. അട്ടപ്പാടി അടുത്ത് തന്നെയാണോ? എത്ര കിലോമീറ്റർ ഉണ്ട്? ധ്യാനത്തിന് പോയിട്ട് നന്നായിട്ട് അമേരിക്ക വന്നാണോ? അല്ല, ഞാൻ പ്രാർത്ഥിച്ചപ്പോ ദൈവം കിട്ടി, അനുഗ്രഹിച്ചല്ലേ? ഞങ്ങളുടെ ബേക്കറിയുടെ ഇൻചാർജും ബേക്കറി ഫുള്ളി കാണുന്ന പ്രൊഡക്ഷനും അപ്പൊ അട്ടപ്പാടി ഇതൊക്കെ പഠിച്ചു വന്ന അട്ടപ്പാടി ഹോട്ടൽ മാനേജ് പഠിച്ചാണ്. 2-3 ഉണ്ടാക്കി കാണിച്ചാട്ട്. ഇത് നമ്മൾ പൊറോട്ടയ്ക്ക് അടിക്കുന്ന പോലത്തെ മാവാണ് അല്ലേ? ഇതിപ്പോ നമുക്ക് കൈ കൊണ്ട് അടിക്കുന്നു വേണ്ട, മെഷീന് കളിയില്ലേ? ഓക്കെ. ഈ മെഷീനല്ലേ? ഓക്കെ. നേരെ കയറ്റി. അമ്പോ, പണി കഴിഞ്ഞാ? ഇത് മെഷീനിൽ ബോളാക്കി വരുമോ? ചേട്ടാ പഠിക്കാണ്ടല്ലോ കുറച്ച് അടിച്ചോണ്ടിരിക്കട്ടാ, ബോൾ അടിച്ചോണ്ടിരിക്ക. ഞാൻ ഇങ്ങനത്തെ മെഷീൻ ആദ്യമായിട്ട് കാണണ്ടാ. വന്നു. അമ്പോ, അത് കലകി. പ്രൂവ് ആയിരുന്നെങ്കിൽ നല്ല രീതിക്ക് വന്നേ. പെട്ടെന്ന് എടുത്ത് കാണിക്കാൻ പറഞ്ഞോണ്ട് സമ്മാനപ്പെടും. അങ്ങനെ തമാശക്ക് ചെയ്താ നമ്മള്. ചക്കൻ ആദ്യം പവറിലാണ് കേട്ടോ. ഇതിപ്പോ ഈ
ഇത് വേണം ഇതിന്റെ അല്ലല്ല ഈ എന്നിട്ട് അതിൽ കൊണ്ടു വെക്കുക ചെയ്യാം അല്ലേ? ഈ കാണുന്ന സാധനം കഴിഞ്ഞിട്ടാണെങ്കിൽ ഇതിനുകൊണ്ട് നന്നായിട്ട് വീർത്ത് വരും. നല്ല രീതിക്ക് ഈ പണിക്കാർ എത്ര വേണ്ടി ഒന്ന് കാണിച്ചു ഞങ്ങൾ ഡെമോ ഹൈലി പ്രൂഫാവുണ്ട്. ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള പണിക്കാരെ എവിടെ നിന്ന് കിട്ടണേ? അതെല്ലാം ഞങ്ങൾ ഓൺലൈനിൽ വഴി ചെക്ക് ചെയ്ത് ടോണിയൊക്കെ ദുബായിലുള്ള ആളാണ്. എല്ലാം നമ്മൾ ഓൺലൈനിൽ വഴി ചെക്ക് ചെയ്തിട്ട് ഇന്റർവ്യൂ എടുത്ത് സെറ്റപ്പ് ആക്കി കൊണ്ടുവരും. ഇവരവരെ ചെയ്തതിന്റെ കുക്ക് ചെയ്തതിന്റെ വീഡിയോയും ഇനി ടോണി ഇല്ല ടോണിയോട് ചോദിക്കട്ടെ, മൊലാളി ഉണ്ട്. മൊലാളി നിൽക്കുമ്പോൾ നിന്റെ കുറ്റം പറഞ്ഞാലും കുഴപ്പമില്ല ഇവിടെ. കുഴപ്പമില്ല എന്നുള്ളല്ലേ? വലിയ കുഴപ്പമില്ല. അടിപൊളി അടിപൊളി. ഇവിടെ ഉണ്ട് നമുക്ക് ഗ്യാങ്. നമ്മളെ അട്ടപ്പാടി എന്ന് പറയുമ്പോഴേക്കും അട്ടപ്പാടിയില് നമ്മുടെ സംഭവങ്ങൾ ഇവിടെ പണിസ്ഥലത്ത് വെച്ചിട്ടാ ദേവ അനുഗ്രഹിക്കുന്നു പറഞ്ഞാണ്ടല്ലോ തമ്പാച്ചൻ കാക്കണട്ടാ. ഇവിടെ വരുമ്പോ ഫുള്ള് സാധനങ്ങൾ അടിച്ചുകൊണ്ടിരിക്കണ്. വേറൊരു മലയാളി ടീമുകളുണ്ട്. നമസ്കാരം. നമസ്കാരം. പേര് ഗോവിന്ദ്. ഗോവിന്ദ്. എവിടുന്നാടാ? ട്രിവാൻഡ്രം. തിരുവനന്തപുരത്തുകാരാണ്. നാട്ടുകാരില്ലാണ്ടൊരു കളിയില്ല. നമ്മുടെ ആള് കിരൺ. എവിടുന്ന നാട്ടില്? എറണാകുളം. കോട്ടുവച്ചാണോ? എവിടെ? ബോൾഗാട്ടി. ബോൾഗാട്ടി എന്നാണ് നമ്മുടെ ഒരു സുഹൃത്ത്. ബോൾഗാട്ടി ചേട്ടനുണ്ട് നമ്മുടെ മൊണ്ടാനയില്. ഞാൻ നമ്മുടെ വീഡിയോയിൽ വന്നിട്ടാണ്. ഇവിടെ കേക്ക് റണ്ണായിക്കൊണ്ടിരിക്കണം. ഒരു ദിവസം എത്ര കേക്ക് പോകും ഇവിടെ? ഒരു ദിവസം എത്ര കേക്ക് പോകും? 50 കേക്ക്. 50 കേക്കാ? സായിപ്പന്മാർ എത്ര? അല്ല 50 തൊട്ട് 80 വരെ പോകും. ഇത് വീക്ക് ഡേയ്സിൽ അങ്ങനെ? വീക്ക് ഡേയ്സിൽ വീക്കെൻഡിൽ പോകുമ്പോൾ ഒരു 100-120 പോകും. പിന്നെ ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ സെയിൽ എന്ന് പറയുന്നത് നമ്മളെ ക്രിസ്മസിന് ന്യൂ ഇയറിന് ഞങ്ങൾ സ്പെഷ്യലായിട്ട് ഹാപ്പി ന്യൂ ഇയർ എന്ന് എഴുതിയിട്ട് അതൊരു മിനിമം ഒരു 300-400 പോകും. അത് അടിക്കും. പിന്നെ അത് കൂടാതെ പ്ലം കേക്ക് ഉണ്ട്. നമ്മൾ അത് മെയിൻ ആയിട്ട് നാട്ടിലെ റെസിപ്പിയിലുള്ള പ്ലം കേക്കാ. മിനിമം നമ്മൾ 600 നമ്മളുടെ ഒരു ടാർഗറ്റ്. 600 തൊട്ട് 750 വരെ ന്യൂ ഇയറിനല്ല, അത് ഡിസംബർ ത്രൂ ഔട്ടായിട്ട് എല്ലായിടത്തും പ്ലം കേക്ക് ഇപ്പൊ ഞാൻ ടേസ്റ്റ് ചെയ്ത് തുടങ്ങാം. നമ്മുടെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ ക്രീമൊക്കെ ഫ്രഷ് ആയിട്ട് അടിക്കണതല്ലേ? ഈ മെഷീനിൽ അടിക്കണം അല്ലേ? അതെ, ഇവിടെ അടിച്ചോണ്ടിരിക്കട്ടാ. അത് കളിക്കാം. എല്ലാം പ്രൊഡക്ഷനായിട്ടാ ചേട്ടാ. മലയാളികൾ ചെന്ന് പെട്ടുന്ന സ്ഥലങ്ങളെ നോക്കിയല്ലേ? മുതലാളിനെ പറ്റി പറയും. 2 വാക്ക് നല്ലത് പറഞ്ഞിട്ട് മുതലാളിക്ക് പെണ്ണ് അന്വേഷിക്കില്ലാന്ന്. അതടാ, ഇത് ഇപ്പൊ ഇനിയിപ്പോ വിപ്പിങ് കഴിഞ്ഞു. ഇനി മേലെ എഴുതാൻ പോകണോ? ചോക്ലേറ്റ് ഒഴിക്കും. ഓക്കെ. അടിപൊളി. ചോക്ലേറ്റ് ബെൽജിയാണോ? അതോ തിരുപ്പൂരാണോ? ഇവിടെ തിരുപ്പൂര് കിട്ടത്തില്ല. ഇല്ല അല്ലേ? അടിപൊളി. ഇതിനൊരു പാഷൻ വേണം കേട്ടോ അല്ലേ ചെയ്യാനായിട്ട്? അതെ, കളി തുടങ്ങിയപ്പോ മാറിയിട്ടാ, കളി മാറി. അടിപൊളി. ആളിന്റെ കരവിരുത് ഭയങ്കര കസ്റ്റമായിട്ടുള്ള ബർത്ത്ഡേ കേക്കുകള്, വെഡിങ്ങിന്റെ കേക്കുകള്, ഹൈലി പാഷനേറ്റ് ആണ്. എല്ലാ ഒക്കേഷനുള്ള കേക്കുകളുണ്ട്. ഇവരൊക്കെ നിങ്ങളൊക്കെ ഫാമിലി ഇവിടെ ഉണ്ടോ? ഇവരുടെ ഫാമിലി ഇവിടെ ഉണ്ടോ? ഇല്ല, ഇവരൊന്നും പയ്യന്മാർ ആരും കല്യാണം കഴിക്കണം വെച്ച് കഴിഞ്ഞാൽ വരാന്നില്ല. അമേരിക്കാന്ന് അവസാനം ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് അന്റെ കൈത്തളക്കയില് കറക്റ്റായിട്ട് കണ്ടിട്ടാ ട്ടും പണിയുണ്ട്. ഇതിൽ നിന്ന് കട്ടിങ് വരണല്ലേ? ഇത് 3 ലെയറായിട്ട് കട്ട് ചെയ്യല്ലേ? കേട്ടിട്ടുണ്ട്. അങ്ങനെ പറയും ചക്കനെ. അതിന്റെ ഉള്ളിൽ വീർത്തൂലോ അല്ലേ? ഇതൊരു സാധനം. ഇത് പ്രൂവർ. ഇതിങ്ങനെ നമുക്ക് ഇങ്ങനെ വലുതാക്കൂല്ലേ? ഓക്കെ. ഒരു ദിവസം ഇത് കാണുമ്പോൾ 300 പോരല്ലോ. എത്ര ഉണ്ടാവും? 5 ട്രോളി. ഒരു ട്രോളിയിൽ എത്ര ഉണ്ടാവും? 90. 5 ട്രോളി എന്ന് പറഞ്ഞാൽ കളി മാറി 450. അടിപൊളി. ഇവിടെ നമ്മുടെ സ്വന്തം പപ്സ് ഇരിക്കണല്ലോ മുത്ത. പപ്സ് ഇരിക്കണ്ട. പിന്നെ ഇത് എഗ് പപ്സ് ഉണ്ട്, ചിക്കൻ ഉണ്ട്, പനീർ ഉണ്ട്, വെജ് ഉണ്ട്. പപ്സ് ഇരിക്കണ്ട. നമ്മളെ മെയിൻ ഇവിടുത്തെ ഒരു എനിക്കൊരു ചായ തരുമോ? ചായ കുടിച്ചിട്ട് നമ്മള് പിടിച്ചാലോ? ചായയും പപ്സും. ചിക്കൻ ഉണ്ട്. എന്തായാലും ഒരു പപ്സ് കഴിക്കാലോ? ഒരു ചായയും പപ്സും. അമ്പോ, നമ്മള് കിട്ടിയ പപ്സും കൊണ്ട് ഇങ്ങോട്ട് പോന്നുട്ടാ. പപ്സ് കാണുമ്പോ തന്നെ അല്ലക്കാനോ തോന്നണട്ടാ. ഞാനിങ്ങനെ പപ്സ് പിടിച്ച് നിൽക്കുമ്പോഴേ ഒരു മഞ്ഞ വണ്ടി പെട്ടെന്ന് കപ്പിത്താനാന്ന് വിചാരിച്ചിട്ടാ. പേടിച്ച് ഞാൻ. ചക്കനെ അപ്പളേക്ക് ഓടിക്ക് എത്തിയോന്നുള്ള കാര്യം. സ്വന്തമായിട്ട് ഓടിച്ച് ചക്കനെ കാണാൻ വന്നു. നമ്മള് പണ്ട് മറ്റേ ഇത് വരില്ലേ, പൂച്ച തിരിച്ചു തരണ പോലെ. 4-5 ദിവസമായി കപ്പിത്താന കണ്ടിട്ടേ. അപ്പൊ നമ്മള് പപ്സ് അടിക്കാണ്ടില്ല, നമുക്കൊന്നുമില്ല കേട്ടോ. അപ്പൊ നമ്മുടെ പസ്പിട്ടാ
പപ്സ് ഇട്ടാ വായല് വെള്ളം വന്നിട്ട് പപ്സ് എന്ന് പറയാൻ പറ്റില്ല, പസ്പ് എന്ന് പറയണട്ടാ. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ പപ്സ് ട്രൈ ചെയ്യാട്ടാ. നാട്ടിലത്തെ എത്ര നാളത്തെ ശേഷം എഗ് പപ്സ് കഴിക്കണത്. ചിക്കൻ ഉണ്ട് മെയിനായിട്ട് ആ ക്രിസ്പിനെസ് തന്നെയാണ് കേട്ടോ. അതെ, നാട്ടിലത്തെ ഫീൽ ഉണ്ട് കേട്ടോ. മസാലയുണ്ട്, മസാലയുണ്ട്. അതിൽ ഹൈ ആയിട്ടുള്ളതില്ല, നോർമൽ ആയിട്ടുള്ളത്, നാട്ടിലത്തെ സെയിം ടേസ്റ്റ്. എന്തൊക്കെ ഭക്ഷണം കഴിച്ചാലേ ഒരു പപ്സും ചായയും അതൊരു വികാരം തന്നെ അല്ലേ? ലോകത്തെ എവിടെ പോയാലും. പ്രത്യേകിച്ച് മഴ പെയ്യുമ്പോൾ ഒരു മഴ ബാക്കിൽ മഴയും പെയ്യണ്ടേ. അതാ ചേട്ടൻ ഇപ്പൊ എത്ര നാളെ കുക്കായിട്ടിരുന്നില്ലേ, ഇനി നാളെ ചേട്ടൻ എന്ത് ഒരു സംരംഭം തുടങ്ങണം. ഇതൊരു സംരംഭമാണ്, ഒരു നമ്മളൊക്കെ വിളിച്ച് സംരംഭം കാണിക്കേണ്ട ഒരു സംരംഭം എന്ത് തുടങ്ങണം ആഗ്രഹം? ഇപ്പം നമുക്കിപ്പം ഒരു 2 എണ്ണമായി ഇത് കേക്കുകളും പിന്നെ നമസ്തയും. ഇനി അടുത്ത എൻ്റെ ഒരു ബിഗ്ഗർ ഡ്രീം എന്ന് പറയുന്നത് ഇവിടെ അറ്റ്ലാന്റ ഡൗൺ ടൗണിൽ നമ്മൾ സിറ്റിയിൽ ഒരു മിഷലിൻ സ്റ്റാർ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്യണം. മിഷലിൻ സ്റ്റാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മിഷലിൻ സ്റ്റാർ എന്ന് പറയുന്ന കാറ്റഗറിയാണ്. ഷെഫിൻ്റെ ഒക്കെ നമ്മൾ എന്തെങ്കിലും അച്ചീവ് ചെയ്തവർക്ക് മാത്രം കിട്ടുന്ന ഒരു കാറ്റഗറിയാണ്. അപ്പം ഇന്ത്യൻ ഫുഡിനെ തന്നെ അതിന്റെ ഒരു നെക്സ്റ്റ് ലെവലിൽ കൊണ്ടുവരും. സാധാരണ നാടൻ ഫുഡുകളെ അതിന്റെ ഒരു ഫ്യൂഷൻ ഇവിടുത്തെ ഇംഗ്ലീഷുകാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എല്ലാവർക്കും ട്രൈ ചെയ്യണം. ഇതിപ്പോൾ നമ്മൾ കേരള ഫുഡ് അല്ലെങ്കിൽ ഇന്ത്യൻ ഫുഡ് എന്ന് പറയുമ്പോൾ കുറെ ആൾക്കാർക്ക് ഒരു മനസ്സിലുള്ളത് സ്പൈസിയാണ്, അവർ ബേൺ ആവും, അങ്ങനെ ഒരു മൈൻഡ് സെറ്റപ്പ് ഉണ്ടായതുകൊണ്ട് എല്ലാവരും ഇതാക്കുന്നില്ല. അപ്പൊ അതിനെ ഒന്ന് നമ്മൾ ആ ഒരു കൾച്ചറിനെ മാറ്റിയിട്ട് ഒരു വൈറ്റ് കൾച്ചറിനെയും നമ്മളെ സൗത്ത് ഇന്ത്യൻ പ്രത്യേകിച്ച് നമ്മളുടെ കോക്കനട്ട് ഓയിലിന്റെയും ടെർമറിക്കിന്റെയും ജിഞ്ചറിന്റെ ഒക്കെ ആ ഒരു എന്താ ഹെൽത്തി ബെനിഫിറ്റുകൾ കാണിച്ചുകൊണ്ടും അതിന്റെ ന്യൂട്രീഷൻ വാല്യൂ കാണിച്ചുകൊണ്ടും സെറ്റപ്പ് ചെയ്യണം. അപ്പൊ അതാണ് ഇപ്പൊ ശരിക്കും പൊതുവെ ഇന്ത്യൻ ഫുഡിനോട് ആൾക്കാർക്ക് ഒരു വിരഹത തോന്നി തുടങ്ങി. സത്യത്തിൽ ഇപ്പൊ എല്ലായിടത്തും പനീർ ബട്ടർ മസാല, അത് ആ ക്വാളിറ്റി അമേരിക്കയിൽ പോയി തുടങ്ങി പറയുന്നുണ്ട്. അതെന്താ അങ്ങനെ വരാനുള്ള കാരണം? എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് ഇവിടുത്തെ ഏറ്റവും വലിയ ഇപ്പോഴത്തെ ഒരു ചലഞ്ച് എന്ന് പറയുന്നത് ഇവിടെ അമേരിക്കയിൽ ഈ പ്രൊഫഷണൽ അല്ലാത്തവർ, പല പ്രൊഫഷനിൽ നിന്ന് വരുന്നവർ, ഐ ടിക്കാരായാലും പല മേഖലയിൽ കാശ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് വെച്ചിട്ട് റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പൊ അവർ ഒരു പ്രൈസിനോ മറ്റു കാര്യങ്ങൾക്കോ യാതൊരു വാല്യൂ ഇല്ലാതെ, ക്വാളിറ്റിക്ക് ഒരു വാല്യൂ ഇല്ലാതെ അവർ ആ പ്രൈസിനെ ബാലൻസ് ചെയ്തിട്ട് ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ മാത്രം ഫുഡ് ഉണ്ടാക്കണം. നമ്മൾ ഇതുവരെ ഞാൻ ഈ പ്രൊഫഷണൽ ലവ് ചെയ്ത് വന്ന ഒരാളാണ്. കാരണം ഞാൻ പാഷനേറ്റ് ആയിട്ട് വന്നത്. ഞാൻ ഡ്രാഫ്റ്റ്മാൻ സിവിൽ പഠിച്ചാണ് നാട്ടിൽ. പഠിച്ചിട്ട് എന്നെ കൊണ്ട് വരപ്പും എഴുത്തും നടക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ പണ്ട് തൊട്ട് എൻ്റെ അച്ഛൻ്റെ ഫാമിലിയിൽ എനിക്കൊരു അപ്പച്ചിയുണ്ട്. പുള്ളിക്കാരി ഭയങ്കര ഷെഫാണ്. അപ്പോൾ പുള്ളിക്കാരിയുടെ കൂടെ പണ്ട് കുഞ്ഞിലേക്ക് പോയി നിൽക്കുകയും അന്ന് തൊട്ട് ആ ഒരു ഫുഡിന്റെ സ്മെല്ലും ഫുഡിന്റെ ഒരു ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഈ സിവിൽ കഴിഞ്ഞിട്ട് സിവിൽ ഞാൻ ഇടയ്ക്ക് വെച്ച് ഡ്രോപ്പ് ഔട്ട് ചെയ്ത് പിന്നെ പോയി എൻട്രൻസ് എഴുതി EHM പോയി പഠിച്ചാണ് ഈ ഒരു ഫീൽഡിലോട്ട് വന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പാഷനുണ്ട് തീർച്ചയായിട്ടും. ഞങ്ങൾ നാട്ടിൽ ആക്ച്വലി നമ്മളെ ട്രിവാൻഡ്രത്ത് തന്നെ ഇപ്പോൾ പുതിയ ലുലു തുടങ്ങുന്നതിൻ്റെ മുമ്പായിട്ട് അവിടെ ഒരു സ്പേസിൽ ഞങ്ങൾ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്ത ദ റോഡ് ഹൗസ് എന്ന് പറഞ്ഞിട്ട്. ദെൻ ലുലുവിൻ്റെ ബൈപ്പാസ് ഹൈവേ ഒക്കെ വന്ന് പല പ്രശ്നങ്ങൾ കാരണം അത് നടന്നില്ല. അങ്ങനെയാണ് ഞാൻ ദുബായിൽ നിന്ന് നാട്ടിൽ സെറ്റിൽ ആവാന്ന് പറഞ്ഞ് നിന്നിട്ട് അതൊരു വർക്കൗട്ട് ആവാതെ തന്നെ വന്നതിന്റെ പേരിലാണ്. അതിപ്പോ എല്ലാവർക്കും പറ്റുന്നുണ്ട്. നാട്ടിലെ സെറ്റിൽമെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ അത് വർക്കൗട്ട് ആവില്ല. പിന്നെ ഞാൻ രണ്ടാമത് ഇങ്ങോട്ട് എന്റെ പ്രൊഫഷനിൽ തന്നെ ഞാനൊരു ആപ്ലിക്കേഷൻ ഇട്ട് ജേവൻ വിസയിൽ ഇവിടെ വരാൻ പറ്റി. പുള്ളിക്കാരൻ അവിടുത്തെ റെസ്റ്റോറന്റ് എനിക്ക് അറിയാവുന്നതാണ്. എനിക്ക് ഓഫീസ് ട്രിവാൻഡ്രത്തുണ്ട്. അപ്പം ഞങ്ങൾ അവിടെ പോയിട്ടുണ്ട് ആ സമയത്ത്. അന്ന് ട്രിവാൻഡ്രത്ത് അങ്ങനെ ഒരു ഹട്ടും ഒരു പോണ്ടും പിന്നെ മേളില് ബാങ്കറ്റ്, താഴെ കിച്ചൺ, അതിന്റെ സൈഡിൽ അങ്ങനെ അത്രയും ലൈവായിട്ടൊരു സെറ്റപ്പ് വേറെ ഇല്ലായിരുന്നു ട്രിവാൻഡ്രത്ത് അന്ത കാലത്ത്. നമ്മൾ ദുബായിൽ നിന്ന് ഉണ്ടാക്കി കഷ്ടപ്പെട്ട പൈസയെ കൊണ്ട് ഒരു പാഷന്റെ ഇതിൽ തുറന്നാണ് നമുക്ക് ആ ഒരു ഹൈവേ പ്രോജക്റ്റ് വന്നപ്പോഴത്തേക്ക് അത് ഡൗൺ ആയി. കാരണം ആൾക്കാർക്ക് വരാനുള്ള ആക്സസും റോഡ് വർക്കും പല കാര്യങ്ങളുണ്ട്. പിന്നെ അത് ഇതായി. നമുക്ക് ഇനി കരിയറിന് നമുക്ക് വിടാൻ പറ്റില്ല. അങ്ങനെയാണ് എല്ലാവരും ഇന്ത്യ വിട്ട് അല്ലെങ്കിൽ കേരളം വിട്ട് പോണത്. ഇനി പോവാതിരിക്കട്ടെ, പുതിയ പുതിയ സംരംഭങ്ങൾ വരട്ടെ അല്ലേ. ബാക്ക്ഗ്രൗണ്ടിലെ ചുണ്ട് കാണുമ്പോഴാട്ടോ നോക്കിയേ. ഇപ്പൊ ഈ 14 വർഷമായിട്ട് ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ മിനിറ്റിന് ഇന്ത്യ റെസ്റ്റോറൻറ്റ് തുടങ്ങുന്ന സമയത്തെ പുതിയതായിട്ട് തുടങ്ങുന്ന ഒരു മലയാളികളായിക്കോട്ടെ ആരായിക്കോട്ടെ, പുതിയതായി തുടങ്ങുന്ന ആൾക്കാരുടെ അടുത്ത് എന്താ പറയാ, ഒരു റെസ്റ്റോറൻറ്റ് ഒരു ഹെവി ഷെഫ് നൽകി അല്ല ഈ ഫീൽഡ് അറിഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്യുക. റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത് ഒരു 365 ഡേയ്സ് ജോബാണ് നമ്മൾ വിചാരിക്കുന്നത്. കാരണം നമ്മളെ കൺസിസ്റ്റൻസിയാണ് മെയിൻ. അപ്പോൾ കൺസിസ്റ്റൻസി കിച്ചണിൽ നിന്നാണ്, ഫുഡാണ് മെയിൻ. അപ്പോൾ ഫുഡിനെ കുറിച്ച് ഫുഡ് നോളജ് ഉണ്ടാവണം. ഒരു യൂട്യൂബിൽ കണ്ടൊരു ഫുഡ് കാശുണ്ടാക്കാൻ പറ്റുന്നൊക്കെ പറഞ്ഞു യൂട്യൂബിൽ നിന്നൊരു കുക്കിംഗ് പഠിച്ചതോ അല്ലെങ്കിൽ യൂട്യൂബിൽ കാണുന്നതാണോ അല്ലെങ്കിൽ ഈസി അല്ല ഇതിനകത്ത് പോകാൻ. ഒരു യൂട്യൂബ് കണ്ടിട്ട് അതിനകത്ത് കുക്ക് ചെയ്യാൻ അറിയാവുന്ന പോലെ എനിക്കും കുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങുന്നതല്ല ഇതിൻ്റെ ഒരു മെയിൻ കാരണം. സിസ്റ്റം പഠിക്കണം.
പഠിക്കണം, നല്ല ക്വാളിറ്റിയുള്ള ഷെഫുമാരെ വെച്ചിട്ട് നല്ല ക്വാളിറ്റിയുള്ള ഫുഡ് ഉണ്ടാക്കണം. ആ ക്വാളിറ്റിക്ക് ഡെഫിനറ്റ്ലി അതിനൊരു മാർക്കറ്റ് വാല്യൂ ഉണ്ട്. അപ്പോൾ ആ വാല്യൂ വെച്ചിട്ട് വേണം കൊടുക്കാൻ വേണ്ടി. അല്ല നമ്മളൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങുന്നു, വേറൊരു ബിസിനസിൻ്റെ കൂടെ ഇതൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയേക്കാം, എന്നിട്ട് അതെ. ഈ കേക്ക് വേൾഡ് എന്നുള്ളൊരു പേര് വരാനുള്ള കാരണം കേക്ക് പേസ്ട്രീസ് ഫോക്കസ് ചെയ്തുകൊണ്ടാണോ? അതെ അതെ അതെ. കേക്ക് വേൾഡ് എന്നൊരു ഫോക്കസ് ചെയ്യാൻ കാരണം അതൊരു നമുക്ക് യൂണിക് സെല്ലിംഗ് പോയിന്റ് ആണ്. ഇവിടെ ഒരു അങ്ങനെ ഒരു കേക്ക് വേൾഡ് അല്ലെ ആ ഒരു ഇങ്ങനെ ഒരു റെസ്റ്റോറന്റിനകത്ത് ഫുഡും കമ്പൈൻ ആയിട്ട് നമ്മളെ സ്നാക്സുകൾ പേസ്ട്രി ആയിട്ടുള്ളതില്ല. അപ്പൊ അതുകൊണ്ട് അതിനെ ഒരു കേരള ഫുഡും വരും. കേരള ഫുഡ് ഇവിടെ വരുന്നുണ്ട്. കേരള ഫുഡ് ഉണ്ട്. കേരള ഫുഡ് ഉണ്ടല്ലേ? ഓക്കെ ഓക്കെ. ഫുഡ് ആദ്യം നമുക്കത് ഫുഡിനേക്കാളും നമ്മളെ പേസ്ട്രിയും സ്നാക്സും ആയിരുന്നു. ഇപ്പൊ ഈ ഒരു ആഫ്റ്റർ കോവിഡിന് ശേഷം നമ്മൾ അതിനെ ഭയങ്കരമായിട്ട് കേരള ഫുഡ് എന്നൊരു സെറ്റപ്പിലോട്ടാക്കി. കാരണം ഞങ്ങൾ ഇടയ്ക്ക് ചിലർക്കൊക്കെ കാറ്ററിംഗ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പൊ അവർക്ക് അത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തുകൊണ്ടെന്ന് റെസ്റ്റോറന്റിൽ വെച്ചുകൂടാ സെറ്റപ്പ് ഉണ്ടായി. നമ്മൾ ആലോചിച്ചാൽ ശരി, അങ്ങനെയാണ് ഇതിന്റെ ചെറിയ ആംബിയൻസ് ഒക്കെ മാറ്റിയത്. പണ്ടിങ്ങനെ ആയിരുന്നു ഇതിന്റെ ഒരു ആംബിയൻസ്. ഞങ്ങൾ ഡൈനിങ് ഏരിയ വളരെ കുറവായിരുന്നു. കൂടുതലും നമ്മളെ കിച്ചൺ, നമ്മളെ പ്രൊഡക്ഷൻ കേക്കും കാര്യങ്ങളായിരുന്നു കൂടുതൽ ഞങ്ങൾ ഫോക്കസ് ചെയ്തത്. അപ്പൊ അതിനെ കുറച്ചിട്ട് ഡൈനിങ് ഞങ്ങൾ കൂട്ടി. അങ്ങനെയാണ് ഇതിനൊരു ഇത്. അപ്പൊ അത് കണ്ട് ആൾക്കാർ ഇതാക്കി പലരും ദൂരത്തു നിന്നൊക്കെ ചോദിക്കുകയും പറയുകയും ചെയ്തിട്ടാണ് നമുക്ക് അങ്ങനെ ഒരു സെക്കൻഡ് ലൊക്കേഷൻ വേണമെന്ന് വളരെ റെക്കമെൻഡേഷൻ കാരണം ഒരു സെക്കൻഡ് റെക്കമെൻഡേഷൻ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടാണ് ഈ സെക്കൻഡ് ലൊക്കേഷൻ നമ്മൾ നമസ്തേ എന്ന് പറഞ്ഞ് ബൈക്ക് കേക്കോട് പറഞ്ഞ് ലിൽബൺ ഇവിടുന്ന് ഒരു നെസഞ്ചേണ്ടൊക്കെ വീടിൻ്റെ അടുത്തായിട്ട് ഒരു നമസ്തേ മാർട്ട് കേട്ടിട്ടുണ്ട് സിയാറ്റിൽ, ഞങ്ങളുടെ ഒരു ഫ്രണ്ടിന്റെ സ്ഥാപനം. എന്തായാലും ഒരു ഭയങ്കര സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു മലയാളി ഓരോ സ്ഥലങ്ങളിൽ വന്നിട്ട് കുറച്ച് പപ്സ് അതിനിടെ കൈമാറും. മലയാളി ഒരു സ്ഥലത്ത് ഇങ്ങനെയൊക്കെ വന്നിട്ട് പാഷനേറ്റ് ആയിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യണ കാണുമ്പോൾ തന്നെ ഇതൊരു പ്രൊമോഷനായിട്ട് നിങ്ങൾ ആരും ഇതിനെ കണക്ക് കൂട്ടരുത്. ഇത് പറയണം. ഇല്ല, എനിക്ക് സന്തോഷം. ശാന്തപ്പനെ പോലെ ഒരു വേൾഡ് ട്രാവൽ ചെയ്ത ഒരാള് ഇവിടെ വരിക, നമുക്ക് നിങ്ങളെ പോലെ വലിയ മനുഷ്യന്മാരെ കാണാം. അല്ല, ചെലവ് ചെയ്യണം നമ്മൾ ശരിക്കല്ലേ, ചെലവിനുള്ള കാര്യങ്ങളുണ്ട് ഇവിടെ. പിന്നെ എന്തായാലും അടുത്തൊരു വലിയ ഷെഫിന്റെ അപ്പനായിട്ട് അടുത്ത സാധനം പിടിക്കാൻ പോകുമ്പോ ചെലവ് ചോദിക്കണം. ചോദിച്ചൊരു പ്രൊമോഷൻ മേടിക്കണം. ഷെഫിന്റെ പീക്ക് അടിക്കുമ്പോ നമുക്കൊരു സാധനം പിടിക്കാം. അല്ല, ഷെഫിന്റെ ഓക്കെയാണ്, ഷെഫിന്റെ പീക്കാണ്. പക്ഷെ അതിന്റെ ഒരു പീക്കിലേക്ക് എത്തണല്ലോ അമേരിക്ക എന്ന് പറയുമ്പോ. ഇവിടുത്തെ ആൾക്കാരുള്ള ഇൻഫ്ലുവൻസ് ചെയ്ത് നിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പണിയുണ്ട്. ഞാൻ ബൊഫല്ലോയില് നമ്മുടെ സ്വന്തം തിരുവനന്തപുരത്തുകാരന്റെ റെസ്റ്റോറന്റ് പോയല്ലോ. പുള്ളിയൊക്കെ അവിടെ ഒരു ഒത്തന്റിക് സാധനം, സൗത്ത് ഇന്ത്യൻ ജംഗ്ഷന്. പുള്ളിയൊക്കെ അവിടെ ഒരു റോൾ നമ്മളൊരു വലിയ ആരാധനയായിട്ട് കാണുന്നതാണ്. പുള്ളി ഇതുപോലെ തന്നെ കുഞ്ഞിലേ വന്നിട്ട് ഈ ഒരു ഫീൽഡിനെ പഠിച്ച് അത്രയും ബാർബിക്യൂ താല്പര്യപ്പെട്ടു ഒരു ഡിഫറെന്റ് ആയിട്ടൊരു യൂണിക് ആയിട്ടൊരു സാധനം അത് അവിടെ കൊണ്ടുവന്ന് ചെയ്തു ടെക്സാസിന്റെ പേരിൽ. അറ്റ്ലാന്റയിൽ നമുക്ക് തുടങ്ങണം. അതെ, തീർച്ചയായിട്ടും നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടി വരും. നമുക്കൊന്ന് എനിക്കിത് കൊളാബറേറ്റ് കൊള്ളാറുണ്ട്. അങ്ങനെ ഉണ്ടെന്ന് ചെലവ് ഇപ്പൊ 1-2 കുറെ ചെലവുണ്ട്. പിന്നെ സാധനം വേറെ കാര്യം ശ്രദ്ധിച്ചത്, പുള്ളിക്കാർ ഇത്ര നേരം സംസാരിച്ചിട്ടും ട്രിവാൻഡ്രം സ്ലാങ് വന്നിട്ടില്ലേ? ഇതിന് ശേഷം ആകെ ഒരു ട്രെയിനിങ് മാത്രമേ ട്രിവാൻഡ്രത്ത് എടുത്തുള്ളൂ. അവിടുന്ന് പിന്നെ കൊച്ചിയായി, കോഴിക്കോടായി, പിന്നെ ഗോവയിൽ പോയി, ബോംബെ പോയി, ദുബായി പോയി. സോ പല ആൾക്കാരോട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് ഇപ്പൊ നാട് വിട്ടിട്ട് ഇപ്പൊ കുറെ വർഷമായി. ഇപ്പൊ വെക്കേഷന് പോകുന്ന നമുക്കൊരു ഫ്യൂ മന്ത്സേ ഉള്ളൂ നമ്മൾ നാടുമായിട്ട് നിൽക്കുന്നത്. അപ്പൊ ആ ഗ്യാങ്ങിൽ പോകുമ്പോൾ 1-2 ദിവസം കൊണ്ട് അതല്ല ഞാൻ ചോദിക്കണം. ഞാൻ തിരിച്ച് മറ്റേ ജോബിന്റെ, നമുക്ക് ഈ വീഡിയോയിലൂടെ ഒരാൾക്കെങ്കിലും ഒരാൾ രക്ഷപ്പെടാനായിട്ട് നമ്മൾ നോക്കുമല്ലോ. അപ്പൊ ഈ ജോബിന്റെ ഓപ്പർച്യൂണിറ്റിയിൽ ഇപ്പൊ നിങ്ങൾ ഇത്രയധികം സ്റ്റാഫിനെ ഹാൻഡിൽ ചെയ്യണതാണ്, അപ്പൊ അല്ലെങ്കിൽ കുക്കായിട്ട് അവർക്ക് ശരിക്കും കൊടുക്കാൻ പറ്റിയ ഒന്നുകൂടി ഒരു ഇൻഫോർമേഷൻ കൊടുക്കാൻ പറ്റുക. ഒരു സാധാരണക്കാരൻ, ഒരു മലയാളിക്ക് അവൻ ഭയങ്കര എന്താ പറയുക ടാലന്റഡ് ആണ്, ഭയങ്കരമായിട്ട് അവന് പാഷനേറ്റ് ആണ്, വർക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അവൻ എങ്ങനെ അമേരിക്കയിലേക്ക് ശരിക്കും ഒരു നമ്മൾ പല സമയത്തും പല രീതിയിലും പറഞ്ഞു പോകാറുണ്ട്. പക്ഷെ അതിന് അവൻ ഒന്നുകൂടി ഒന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇപ്പം അവന്റെ എക്സ്പീരിയൻസ് ആണ് ഇതിനകത്ത് എല്ലാത്തിനും മെയിൻ ആയിട്ട്. ഇപ്പൊ പുള്ളി ഇപ്പം നല്ല സീനിയർ ആയിട്ടുള്ള ഒരു 10-15 വർഷം നാട്ടിലും ഗൾഫിലും എബ്രോഡൊക്കെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളതാണ്. O1-O2 എന്ന് പറഞ്ഞിട്ടൊരു കാറ്റഗറിയാണ്. O1-O2. അപ്പൊ ആ O1-O2 എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഇവിടത്തെ ഏതെങ്കിലും ഒരു ഹോട്ടലിനോ റെസ്റ്റോറന്റിനോ ഈ പറയുന്ന വ്യക്തി ഇപ്പം സ്റ്റാൻഡപ്പിനാന്ന് വെച്ചു, സ്റ്റാൻഡപ്പ് പഠിച്ചു, ഇത്രയും 15 വർഷം അല്ലെ 20 വർഷം എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ സ്റ്റാൻഡപ്പിന്റേതായ കുറെ സിഗ്നേച്ചർ ഡിഷുകളും സ്റ്റാൻഡപ്പിന്റെ കുറെ ഒത്തന്റിക് ആയിട്ടുള്ള റെസിപ്പി ഉണ്ട്. അപ്പൊ അത് ഞാൻ എന്ന ഒരു ആന്റർപ്രണർ, എനിക്ക് ഇപ്പൊ ഒരു റെസ്റ്റോറന്റ് വേണം. അപ്പൊ ഞാൻ സ്റ്റാൻഡപ്പിനെ കുറിച്ച് അറിഞ്ഞു, ഞാൻ സ്റ്റാൻഡപ്പിന്റെ ഫുഡ് വന്ന് കഴിച്ചു. അപ്പം എനിക്ക് സ്റ്റാൻഡപ്പിനെ ഇങ്ങോട്ട് ഹയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ റെസ്റ്റോറന്റിൽ വേണമെങ്കിൽ എനിക്ക് ഡയറക്റ്റ് ആയിട്ട് സ്റ്റാൻഡപ്പ് ഹയർ ചെയ്യാൻ പറ്റും. ഫയൽ ചെയ്തിട്ട് O1-O2 കാറ്റഗറിയിൽ ഫയൽ ചെയ്ത് കൊണ്ടുവരാം. അപ്പൊ O1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എക്സിക്യൂട്ടീവ് ഷെഫ് ലെവലും, O2 എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ അസിസ്റ്റന്റ് ആയിട്ടുള്ള നമുക്ക് കാറ്റഗറി ഉണ്ട്. അപ്രന്റീസ് അല്ല, അപ്രന്റീസ് വരെ എടുക്കാൻ പറ്റില്ല, എക്സ്പീരിയൻസ് ഉള്ള ആളെ മെത്തഡ്. അപ്പം എക്സിക്യൂട്ടീവ് ഷെഫാണ് ഇതിന്റെ ഒരു
മെയിൻ ലെവലിൽ നിൽക്കുന്നത്. അപ്പൊ അതിന്റെ താഴെ സൂഷഫ് ഉണ്ട്, കോമി ഉണ്ട്, CDP ഉണ്ട്, പിന്നെ കോമീസ് 1, 2, 3 എന്ന് പറയുന്ന കാറ്റഗറിക്ക് പോകും. അപ്പം നമ്മൾ O1 എന്ന് പറയുമ്പോൾ എക്സിക്യൂട്ടീവ് ഷെഫും, O2 എന്ന് പറയുന്നത് സൂഷെഫ് അല്ലെങ്കിൽ CDP ലെവലുള്ളവർ. അപ്പം നമ്മളെ ഇൻഡസ്ട്രിയായിട്ട് നിൽക്കുന്നവർക്ക് അറിയാം ഈ ടെക്നിക്കൽ ടൈംസ്. അവർക്ക് അങ്ങനെയുള്ളവർക്ക് ഈ പറയുന്ന വിസയിൽ പ്രോപ്പറായിട്ട് വരാം. അവര് 3 വർഷത്തെ വിസ ആയിരിക്കും കിട്ടുന്നത്. അതെ, പിന്നെ റിന്യൂ ചെയ്യാം. പിന്നെ അവർ ഇത്ര അവേഴ്സ് ചെയ്താൽ നമുക്ക് സ്ഥാപനത്തിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് അവർക്ക് വേണമെങ്കിൽ ഗ്രീൻ കാർഡിന് വേണ്ടി ഫയൽ ചെയ്യാം. അങ്ങനെ കുറെ കാര്യങ്ങൾ. അപ്പൊ അതും പിന്നെ ജയവണ്ണം നമ്മൾ ഈ പറഞ്ഞ പോലെ ഇന്റേൺഷിപ്പിന് വരണം. ജയവണ്ണം എന്ന് പറഞ്ഞാൽ 1 വർഷത്തേക്കുള്ള ഇന്റേൺഷിപ്പാണ്. പിന്നെ അത് നമ്മളെ കഴിവും നമ്മളെ സ്കില്ലും അനുസരിച്ച് നമുക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്ത് പോകാൻ പറ്റും. അമേരിക്കയിലോ ഒന്ന് രക്ഷപ്പെടാന്ന് പറഞ്ഞിട്ട് വരാൻ പാടില്ലേ, പണിയെടുക്കണം. ജയവണ്ണം എന്ന് പറയുമ്പോൾ ഏത് ആൾക്കാർക്ക് 3 to 5 year എക്സ്പീരിയൻസും വളരെ സ്കില്ലി ജോബ് ഒന്നും അറിയണമെന്നില്ല. ബേസിക് നോളജ് ഉള്ള ഒരാൾക്ക് വേണമെങ്കിൽ ഇന്റർവ്യൂ ഒരു എംബസിയെ കൺവിൻസ് ചെയ്താൽ ഇംഗ്ലീഷിൽ പറഞ്ഞിട്ട് എംബസിയെ ഇംഗ്ലീഷ് നന്നായിട്ട് പഠിക്കണം. ഇംഗ്ലീഷ് ഒന്നാമത്തെ അറിയണം. കാരണം എംബസി ഇന്റർവ്യൂ ആണ് ഇതിന്റെ എല്ലാ അടിസ്ഥാനം. അത് പറയുമ്പോൾ തന്നെ പകുതി വരെ ബോധവും ഇംഗ്ലീഷ് അറിയണമെന്ന് ചോദിച്ചിട്ട് അപ്പൊ എനിക്ക് പറ്റില്ല എന്ന് വിചാരിക്കും. സായിപ്പാണ് നമുക്ക് എൻഡ് ഓഫ് ദി ഡേ തരുന്നത്. സായിപ്പിന് മനസ്സ് തോന്നണമെങ്കിൽ കൺവിൻസ് ചെയ്യണം, പറയണം, അയാളെ പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെ ചെയ്താൽ ഡെഫിനറ്റ്ലി അതൊരു അല്ല ഇംഗ്ലീഷ് മസ്റ്റ് ആയിട്ട് നമ്മള് +1 +2 പഠിക്കുമ്പോൾ വേറെ ഫിസിക്സും കണക്കിന്റെ ഇതൊന്നും പഠിച്ചില്ലെങ്കിൽ ഇംഗ്ലീഷ് നന്നായിട്ട് പഠിച്ചെടുത്താൽ മതി. നന്നായിട്ട് പഠിച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ പോലെ ആയിട്ട് ഇങ്ങനെ നടക്കേണ്ടി വരും. ഇംഗ്ലീഷ് അറിയണ്ടേ തത്തേ തിത്തേ എന്ന് പറഞ്ഞ തത്ത തിത്തേ ഇംഗ്ലീഷിലൊന്നും കാര്യമില്ല. ഒന്നില്ല നമ്മളെ തമ്മിൽ പോണേ. നമുക്ക് അറിയാം, പറഞ്ഞാൽ മനസ്സിലാവണം, തിരിച്ച് പറയുന്നതിന് മനസ്സിലാവണം. നമ്മള് ഫ്രാൻസിൽ പോയ ഫ്രഞ്ചൻ, സ്പാനിഷ് പോയ സ്പാനി, ഇംഗ്ലീഷിൽ പോയ ഇംഗ്ലീഷുകാരൻ. എത്ര ഒറ്റ പേര് സായിപ്പെട്ടോണി. നമ്മളൊരു ഡെഡിക്കേഷൻ ഉണ്ടെങ്കിലും അടുപ്പ് ഞാൻ കണ്ടില്ല അവിടെ നിൽക്കുന്ന പയ്യന്മാരെല്ലാവരും അവരുടെ പാഷന്റെ പുറത്ത് പല രീതിയിലും അവര് മെനക്കെട്ട് അതിന് വേണ്ടി പഠിച്ച് അത്രയും ഡെഡിക്കേറ്റീവായിട്ട് വന്നവരാണ്. സോ ഡെഫിനറ്റ്ലി അങ്ങനെ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ നാളെ അവർക്കും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന ആൾക്കാരെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നറിയോ, നമ്മൾ ഈ വീഡിയോയിൽ വിസ കച്ചവടം ഇല്ലാട്ടാ. ചിലപ്പോൾ വീഡിയോ വരുമ്പോൾ സാറിന് എനിക്ക് എൻ്റെ ആ കോഴ്സ് ചെയ്യാമെന്നോ എനിക്ക് ഒരു ഐഡിയ ഇല്ല. നിങ്ങൾക്ക് ഇൻഫോർമേഷൻ തന്നു, നിങ്ങൾ ഇനി അതിനെ പറ്റി പഠിക്കുക. ഇപ്പൊ ChatGPT എടുത്ത് പഠിക്കുക, അല്ലെങ്കിൽ അറിവുള്ള ആൾക്കാരുടെ അടുത്ത് വേറെ വിസ ഗൂഗിൾ ചെയ്ത് നോക്കുക. നമ്മളൊരു വിസ കച്ചവടം അല്ലെങ്കിൽ വിസ പരിപാടി ചെയ്യണില്ല. നിങ്ങൾക്കൊരു ഇൻഫോർമേഷൻ തരുന്നു, നിങ്ങൾക്കോ നിങ്ങളുടെ മക്കൾക്കോ അനിയന്മാർക്കോ കൂട്ടുകാർക്കോ ആർക്കെങ്കിലും ഒരു ഉപകാരം. കിച്ചൺ കലാപരങ്ങളിൽ കാണിച്ചു തരാം. ഇത് നമുക്ക് ഓർഡർ വന്നിട്ടുള്ളതാണ്. ഓർഡർ വന്നിട്ട് പോകാൻ റെഡിയായിട്ട് നിൽക്കുന്നത് മസാല മസാലയാണല്ലോ. 2 ടൈപ്പ് ചട്നി മസാല, നമ്മുടെ ചമ്മന്തിപ്പൊടിയും നെയ്യും. ചമ്മന്തിപ്പൊടി നെയ്യും കൊടുക്കാനായിട്ടല്ലേ അവിടെ ഒരു പ്രൊഫഷണൽസ് ഉണ്ട് കേട്ടോ. ചെക്കനെ പരിചയപ്പെട്ടില്ല. വിനിൽ ഒറ്റപ്പാലം അലക്കണ പിള്ളേരട്ടാ. ഇവിടെ ദോശ, മസാല ദോശക്കുള്ള ദോശ സെറ്റ് ചെയ്തോണ്ടിരിക്കട്ടെ. ഒപ്പം തന്നെ ഇവിടെ നിന്ന് അളിക്കൊണ്ടിരിക്കുന്നത് ബീഫാണ്. ബീഫ്, ഫിഷ് കറി, കപ്പയും ഫിഷ് കറിയും. ഓ, പേര് ശ്രീകുമാർ. മെയിൻ ഷെഫാണോ? നാട്ടിലെവിടെയാ? അമ്പലപ്പുഴ. അടിപൊളി. അപ്പൊ പാൽപ്പായസം വേണ്ടി വരും. ബോളി എവിടുന്നൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത് നമ്മളാള്. നിങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്ത് നിങ്ങളെ സർപ്രൈസ് തരാന്ന്. അടുത്ത പ്രാവശ്യം അപ്പൊ ഇവിടെ ബീഫല്ല കൈകൊണ്ടിരിക്കുന്ന ചക്കൻ. അമ്പോ കളിയുണ്ട് കേട്ടാ. അതിന്റെ ഇടയിലായിട്ട് ദൈവമുണ്ട് ബിരിയാണി ഉണ്ടാക്കണ. എവിടെ ബിരിയാണി ആയിട്ട് ദൈവമുണ്ട്, ബിരിയാണി പല ദൈവമുണ്ട്. എന്നിട്ടാ ഇതൊരു ഫ്രൈഡ് റൈസ്. ഇടതുകൊണ്ട് ബിരിയാണി നൻസേട്ടാ. ഇടതുകൊണ്ട് ബിരിയാണി, വലതുകൊണ്ട് ഫ്രൈഡ് റൈസ്. ഇതാ പോണുട്ടും നമ്മളെ അടുക്കളയിൽ കയറി വിറകിട്ടാ. നമ്മുടെ കൈ സ്പർശം കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ. വരയ്ക്കാണല്ലോടാ, വരണം നടക്കണ്ടാ. ഓ ദോശ കേട്ടോ, മസാല ദോശ. അതിലേക്ക് നമ്മൾ മസാല ദോശ അടിക്കാട്ടോ. 1, 2 സ്ക്രീനിൽ കൊള്ളില്ലേ? ഓ, ഇതൊക്കെ ആത്മാർത്ഥത നിറ കൂടാണല്ലോ. പണിക്കാര് സെലക്ഷൻ അത് കുക്കിന്റെ കഴിവാട്ടാ. അമ്മരത്തെ പണിക്കാരെ ബുക്കുണ്ട്. എന്തായാലും മുത്ത കപ്പയും മീൻ കറിയും റെഡി. അടിപൊളി. ഓർഡർ ആണ്, അത് കൊടുക്കാൻ വേണ്ടി പോവാം. ഓക്കെ, ഞാൻ അതിന്റെ ഉള്ളിൽ നിൽക്കുന്നോണ്ട് കുഴപ്പമില്ല. അടിപൊളി. ഇവിടെ ബിരിയാണി. ഇത് ബിരിയാണിയാണോ? മന്തിയുടെ മേളിൽ ഇപ്പൊ ചിക്കൻ വരും കേട്ടോ. പിന്നെ ഇവിടെ മീൻ വറക്കാൻ വെച്ചിരിക്കുന്നു. ഈ ഇലയൊക്കെ എവിടെ നിന്ന് വരണേ? ഇലയൊക്കെ ഞങ്ങളൊരു ഇന്ത്യൻ ഗ്രോസറി ഉണ്ട്, ചെറിയാന്ന് പറഞ്ഞിട്ട്. ഓക്കെ നമ്മള് ഫുൾ സാധനം അവിടെ. അപ്പൊ ഇന്ത്യൻ ഗ്രോസറി വരുന്ന സാധനങ്ങളൊക്കെ ഇവിടെ നിന്നൊക്കെ ഉണ്ട് കേട്ടോ.
ഇതിപ്പോ അടുത്ത ദോശയ്ക്കുള്ള പ്രിപ്പറേഷൻ സെറ്റ് ആക്കി വെച്ചിരിക്കുകയാണ്. നമ്മൾ എന്നിട്ട് എന്തായാലും ഈ പൊടി ഭയങ്കര ഇഷ്ടപ്പെട്ടോ. ഗീ ഒഴിക്കും. ഗീയാണ് ഒരു മെയിൻ സാധനം. പൊടിയും ഗീയും നമ്മൾ ഒരു വേറെ ലെവലായി. അതെ, അത് കളിക്ക്. ഇത് പ്രമോഷൻ വീഡിയോ ആവണ്ടേ നമുക്ക്? ഇത് കളിയുണ്ട്. അടുത്ത ഷെഫിന്റെ അടുത്ത വീഡിയോയില് നമുക്ക് പണിയെടുക്കാം. പറഞ്ഞിട്ട് വരണ്ടേ, നമുക്കൊന്ന് കുറച്ചുകൂടെ പ്രിപ്പയർ ആവാറുണ്ട്. കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം സെറ്റ് ഒക്കെ ആവും. ഇവിടുത്തെ ചിക്കനെ വരണേട്ടാ. മന്തി വന്നത് ഇവിടുന്ന് വന്ന പെട്ടെന്ന് വന്നാണല്ലോ, കണ്ടില്ലോ, അടിയിലായിരുന്നു, ഓവനിലായിരുന്നു. ആർട്ട് വരയ്ക്കേണ്ട ചെക്കട്ടാ, ആർട്ടിന്റെ ഉള്ളിലാണ് കളി. ഈ കറികളൊക്കെ എന്തിനുള്ളതാ? ഈ കറികൾ താലി ഉണ്ടല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ. കപ്പി മീൻകറി. ഓ അത് കല്ലക്കൂട്ടാ. വയറ് നിറഞ്ഞ കാരണം അല്ലെങ്കിൽ നമുക്കിതൊരു ട്രൈ കൊടുക്കായിരുന്നു. നാടൻ കപ്പയും ബീഫും മീൻകറിയും. ബീഫും പൊറോട്ടയും തരാം. ചേട്ടാ നമുക്കപ്പൊ ഇടയ്ക്ക് വരയ്ക്ക് വരേണ്ടി വരും ഇവിടെ. നമ്മൾ പോണ കാര്യം ഇനിയിപ്പോ സമയമില്ലാണ്ടായി. ചെക്കൻ ഈ റേഞ്ചിൽ കളിക്കണേ നമുക്കറിയില്ലട്ടാ. മീൻകറി ടെക്സ്ചർ നോക്കിയാ. കൊടമ്പുളിട്ട മീൻകറി കിങ് ഫിഷ് ആണ്. കൊടമ്പുളിട്ട മീൻകറി നമ്മളിവിടെ കിട്ടും, ഫാർമേഴ്സ് മാർക്കറ്റില്. അടിപൊളി. ഗീ റോസ്റ്റ് വന്നോട്ടാ. എന്റെ പണ്ട് 10 പോയ പോലെയല്ലോ ചേട്ടാ. നമുക്ക് 10 പറഞ്ഞാൽ മനസ്സിലാവുള്ളൂട്ടാ. 10 അതിന്റെ മേലേക്ക് ഡ്രസ്സിങ് വന്നു. ആർട്ട്, കുക്കിന്റെ ആർട്ട് ഇട്ടാ. ഇഞ്ചി പച്ച ഇഞ്ചി ഇടൂല്ലേ? പച്ചയിഞ്ചി ഇടും, ഒരു ഫ്ലേവറിന് വേണ്ടിയുള്ള. ഒരു പച്ചമുളക്. അടിപൊളി. അപ്പം പിക്കപ്പ്. പണിയുണ്ട്. ബീഫായി. നമ്മള് നാട്ടുകാര് വെറുതെ നാട് മറക്കണട്ടാ. ഇവിടെ എല്ലാ സാധനം കിട്ടുന്നുണ്ട്. ഇന്നലെ പൊരിച്ചെന്നെ നോക്കിയാണ്. ബീഫ് ഒലത്തിയതും പൊറോട്ടയും. ഫ്രഷ് കറിവേപ്പില. കറിവേപ്പില വരുമ്പോ നമ്മുടെ ചേട്ടനെ ഓർമ്മ പറഞ്ഞ വീട് മൊത്തം കറിവേപ്പില. ചൂടത്തുള്ളട്ടാ. ആർട്ട് വരയ്ക്കണ്ട ചേക്കാൻ. ഇത് നമ്മുടെ നെയ്ബറാണ്. അപ്പുറത്ത് തൊട്ടപ്പുറത്ത് ചൈനീസ് റെസ്റ്റോറന്റ്. യാൻ എന്നാണ് പേര്. നമ്മള് വളരെ വർഷങ്ങളുടെ ഒരു ദോസ്താണ്. നമ്മളൊരു ഫുഡ് ലവറാണ്, ഇന്ത്യൻ ഫുഡ് ലവറാണ്. എപ്പോഴും ഇവിടുന്ന് ഫുഡ് കഴിക്കുക. പുള്ളി ഞങ്ങളെ ഫുഡ് അങ്ങോട്ട് സിസ്റ്റത്തിൽ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അടിപൊളി. What's your name? My name is Yan. ഷെഫ് യാൻ. നമ്മുടെ മന്തി കണ്ടിട്ട് നോക്കി നിൽക്കാം. ആവോന്ന് പറഞ്ഞ ഇവിടുത്തെ പൊറോട്ടയും ബീഫ് റെഡി കേട്ടാ. പണി എന്താ വരണ്ടെന്ന് വെച്ചിട്ടാ. ആ ഉള്ളി കൂടെ വന്നാലേ ബീഫിന് ഒരു ബീഫ് ആവുന്നുള്ളൂ. അതെ, ഉള്ളി ഇല്ലാണ്ട് നമുക്ക് ബീഫ് കഴിക്കാൻ പറ്റില്ല. തട്ടുദോശ പിന്നെ എന്നിട്ടാ ചിക്കൻ ഫ്രൈ. കേത്തൽ ചിക്കൻ. അമേരിക്കയിലെ വിങ്സ് ആണല്ലോ ഫേമസ്. സോ ചിക്കൻ വിങ്സും തട്ടുദോശയുമാണ് നമ്മളൊരു കോമ്പിനേഷനാണ്. അങ്ങനെ നമ്മള് ഫുഡ് പഠിക്കണില്ലേ, നമ്മുടെ കപ്പിത്താനെ എടുക്കാനായിട്ട് പോണ്. എന്തായാലും ഭയങ്കര ഹെവി അനുഭവമായിരുന്നു. ഒരു കുക്കാവാനൊക്കെ തോന്നുന്നു നമ്മളിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ. ഇറങ്ങി കഴിഞ്ഞാൽ മൂഡ് പൂട്ടാ, കുക്കാവാനുള്ള മൂഡ് പോലെ ചേട്ടാ. അപ്പോൾ താങ്ക് യു അഗെയിൻ. താങ്ക് യു സാൻഡപ്പൻ. അടിപൊളി. അപ്പം സേഫ്. താങ്ക് യു സോ മച്ച്. തീർച്ചയായിട്ടും. ഇനി മറ്റേ കുക്കിന്റെ പീക്ക് അടിക്കുമ്പോൾ നമ്മളെ വിളിച്ചോളൂ. അത് പ്രമോഷൻ ആട്ടോ നെൽസാ. ഈ കളി പറ്റില്ല. പോകുമ്പോഴത്തേക്ക് പുതിയ എന്തെങ്കിലും കാണുമ്പോഴത്തേക്ക് നമുക്ക് വായിച്ചു തരാം. പിന്നെ നമ്മൾ ബഫല പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഇൻസ്പിറേഷൻ സാധനങ്ങൾ നമുക്ക് ഇട്ടുതരാം. ഡെഫിനറ്റ്ലി ചെയ്തിട്ട് സാൻഡപ്പ് ഇട്ട് തരും. എന്തായാലും ഫീൽഡില് ഇങ്ങനെ പാഷനേറ്റ് ആയ ആൾക്കാരാണ് കൂടുതൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അതുപോലെ ഇനിയും അതെ കൂടുതൽ സെർച്ചിങ് നടത്തി മലയാളികളുടെ പവർ അമേരിക്ക അല്ല അന്റാർട്ടിക്കയിൽ കാണട്ടെ. തീർച്ചയായിട്ടും. താങ്ക് യു നെൽസാന്റെ 150 എന്ന് പറഞ്ഞു കഴിഞ്ഞാണല്ലോ നമ്മള് കപ്പിത്താനം ഓടിക്കുമ്പോ ഓക്കെ അതൊരു പവർ ഉണ്ട്. പക്ഷെ ഇത് മറ്റേ സ്പോർട്സ് മോഡലാണല്ലേ. സ്പോർട്സ് മോഡലാണ്. പക്ഷെ ഇത് നമ്മൾക്ക് ആൾക്കാർക്കൊന്നും ഈ ട്രക്കിന്റെ വാല്യൂ സത്യം പറഞ്ഞാൽ നാട്ടില് അറിയില്ല അല്ലേ. ഇതിന്റെ ഈ റേഞ്ചിൽ ഇതിനെന്ത് ഉറുപ്പിയുണ്ട് ഓൺ റോഡ് വണ്ടി? 70 ഉണ്ടല്ലേ. സൈബർ ട്രക്ക് ഓടിക്കാം അപ്പൊ അമേരിക്കയില്. സൈബർ ട്രക്കും ഇതും വേറെ വ്യത്യാസമല്ലേ. ഇതിന്റെ പവർ വേറെ. ഇതിന് സൗണ്ട്
ഇത് മൂളിക്കുമ്പോഴൊരു സുഖം വേറെയാണ്. ഒരു ആട്ടുണ്ടാവും പോകുമ്പോ. അല്ല ഈ ട്രക്ക് ശരിക്കും നമ്മൾ കപ്പിത്താൻ എടുത്തപ്പോഴാണ് നമുക്ക് അതിന്റെ വാല്യൂ, ട്രക്കിന്റെ ഒക്കെ ഒരു പവർ മനസ്സിലായത്. അതിൽ വണ്ടി നമ്മുടെ സെയിം വണ്ടി തന്നെയാണ്. ഇത് പുതിയ 2022 മോഡലാന്ന് മാത്രം നൽകി. ജോർജിയ ഫോർഡ് ആലോചിക്കാൻ പറ്റുമോ? അടിപൊളിയാവട്ടെ. താങ്ക് യു. യാ ബൈ ബൈ. വാ അമിഗോസ്. അമ്പോ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇവിടെ. ഇതിന്റെ രസം എന്താണെന്ന് അറിയോ, നമ്മൾ മലയാളികൾ ഏത് ടെറൈനിൽ പോയാലും രക്ഷപ്പെടും എന്നുള്ളൊരു വലിയൊരു തെളിവാണ് ചേട്ടാ. പണിയെടുക്കാന്ന് പറഞ്ഞാണ്ടല്ലോ എല്ലാവരും തച്ചിന് പണിയെടുക്കുക. നമ്മൾ മലയാളികൾ എവിടെ പണിയെടുക്കുക, ദുബായിലായാലും എവിടെ ഒരു പണിക്ക് പോയാലും ഉണ്ടല്ലോ, അത് അവർ ആത്മാർത്ഥതയോടെ അതിന്റെ പണി ചെയ്ത് അവിടെ സക്സസ് കൊണ്ടുവരണം. അതുകൊണ്ടാണ് നമ്മൾ ലോകത്ത് എല്ലായിടത്തും ചന്ദ്രനിൽ പോയാലും മലയാളികളെ കാണാന്ന് പറഞ്ഞാൽ എൻ്റെ വലിയൊരു കാര്യം എന്താണെന്ന് അറിയോ, ഹാർഡ് വർക്കിംഗ് ആണ് നമ്മളെല്ലാവരും. അതിന് നമ്മളെ പുകഴ്ത്തണം അല്ലേ? ഒരു രക്ഷയില്ല. അത് ഏത് ഫീൽഡായാലും ഇപ്പൊ സെക്കൻഡ് സ്വർണ്ണക്കടയാണെങ്കിലും ഇല്ലേ, ഇനിയിപ്പോ തച്ച് പണി ആയാലും ഇലക്ട്രിക് പണി ആയാലും എന്ത് പണിയായാലും ഇല്ലേ, ഏത് സംഭവം എടുക്കുകയാണെങ്കിലും പോയി കഴിഞ്ഞാൽ നാളെ കാലത്ത് ഫ്ലൈ ആണ്. ചെക്കൻ്റെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇനി സ്വർണ്ണപ്പണിയിലേക്ക് കിടക്കണം. പിന്നെ ജോയൽക്കോസ് എവിടെ വരണം ഇനി അടുത്ത്? SFO അല്ലേ. അപ്പൊ ചേട്ടന് ഈ ക്രിയേറ്റീവ് അല്ലെങ്കിൽ ഡിസൈനിങ് വർക്കുകളാണ് മെയിനായിട്ട് ചെയ്യണത്. നമുക്ക് ജോയേട്ടൻ്റെ സംഭവം ഒന്നുമില്ല കേട്ടോ. ജോയേട്ടനാ ഞാൻ പിണങ്ങിയിരിക്കുക. ജോയേട്ടൻ നമുക്ക് ജോയി ആലുക്കാസ് ഉണ്ടായിട്ട് നിങ്ങൾ വലിയ വലിയ ഡാക്കളോടുണ്ടായിട്ട് ട്രാവൽസ് ഫാമിലിന് ഒരു ആലോചിക്കണ്ട നിങ്ങൾ അല്ലേ? ചിമ്മിലേക്ക് മിസ്സായതാ. ചിമ്മിലേക്ക് ഇവർക്ക് നമ്മളൊരു വലിയ ലിസ്റ്റാ. ഇമ്മാരത്തെ റേഞ്ചിൽ അടിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടല്ലോ. ജോയേട്ടൻ ഞാൻ കാണട്ടെ. ഞാൻ അങ്ങനെ നമ്മുടെ കപ്പിത്താൻ ഇവിടെ പണി കഴിച്ച് നിൽക്കണ്ടോ. കപ്പിത്താൻ സ്വല്പം ഉഷ്ണം കൂടുതൽ കിട്ടുന്നുണ്ട് നമുക്ക്. എന്തായാലും നോക്കി നോക്കാം കപ്പിത്താൻ്റെ അവസ്ഥ എന്താണെന്നുള്ള കാര്യം.